ധാരാളം ആൾക്കാർ കുറേ ദർസുകളിലിരിക്കും, പക്ഷേ ഒന്നിനെക്കുറിച്ചും അവർക്ക് സംസാരിക്കാൻ പറഞ്ഞാൽ അവർക്കറിയില്ല. കാരണം മുറാജഅ ചെയ്യുന്നില്ല. മുറാജഅ ചെയ്യുന്നില്ലെങ്കിൽ ഇൽമ് നിലനിൽക്കുകയില്ല. നിരന്തരമായി മുറാജഅ ചെയ്തുകൊണ്ടേയിരിക്കുക. ഒന്നിനെയും നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാര രൂപമാണ് അൽഹംദുലില്ലാഹ് നാം പഠിച്ചു വരുന്നത്. അതിൽ അവസാനമായി നാം പറഞ്ഞു നിർത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തിലെ സൂറത്തുകൾ പാരായണം ചെയ്യുന്നതിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ അവസാന ദർസിൽ ദുആഉൽ ഇസ്തിഫ്താഹിനെ കുറിച്ചും ചില കാര്യങ്ങൾ നാം പറഞ്ഞു. എല്ലാവരും അത് മുറാജഅ ചെയ്തിരുന്നോ? കഴിഞ്ഞ ദർസിൽ പഠിച്ച കാര്യങ്ങൾ, ദുആഉൽ ഇസ്തിഫ്താഹായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എല്ലാവരും മുറാജഅ ചെയ്തിരുന്നോ? ദുആഉൽ ഇസ്തിഫ്താഹ് അതിൽ നമ്മൾ പറഞ്ഞിരുന്നു. ദുആഉൽ ഇസ്തിഫ്താഹിന്റെ ഒന്നിലധികം രൂപങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ചില രൂപങ്ങളൊക്കെ അൽഹംദുലില്ലാഹ് കഴിഞ്ഞ ദർസിൽ നാം പറഞ്ഞു. ആരാണ് ഒരു ദിക്ർ പറയുക ദുആഉൽ ഇസ്തിഫ്താഹിൽ? അല്ലാഹുമ്മ ബഅദ് ബൈനി പറഞ്ഞോ. അല്ലാഹുമ്മ ബഅദ് ബൈനി പഠിച്ചിട്ടുണ്ടോ? അറിയില്ല. ഏതാ ദിക്ർ പഠിച്ചത്? ഏതാത്? അഹ്സൻത്. അല്ലാഹുമ്മ ബഅദ് ബൈനി ആർക്കാ അറിയോ? അഹ്സൻത്. അല്ലാഹുമ്മ നഖ്നി മിൻ ഖതായായ എന്ന് സഹീഹ് മുസ്ലിമിൽ, മിനൽ ഖതായ എന്ന് സഹീഹുൽ ബുഖാരിയിൽ. അത്തരത്തിലുള്ള ചില വ്യത്യാസങ്ങൾ നാം പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള ചില വ്യത്യാസങ്ങൾ കഴിഞ്ഞ ദർസിൽ നാം സൂചിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്ന വേറെ ദിക്റാണ് അല്ലാഹു അക്ബറു കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല. വേറെ ഏതാ ഒന്നുകൂടി നമ്മൾ പറഞ്ഞത്? അങ്ങനെയാണ് ഇത് തുടക്കം പറഞ്ഞത്. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ. സ്വഹീഹ് മുസ്ലിമിൽ അത്തരത്തിലും സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഏറ്റവും നല്ലത് എന്താണ്? എങ്ങനെ ചെയ്യലാണ് ഏറ്റവും അഫ്ളൽ? നഅം, അഹ്സൻ, ബാറകല്ലാഹു ഫീക്. അത്തനവ്വുഉ ഫിൽ ഇബാദാത്ത്, ഇബാദത്തുകളിൽ വ്യത്യസ്തമായി ചെയ്യലാണ് ഏറ്റവും നല്ലത്. ഒരു ദിവസം ഒന്ന് ചെല്ലുക, മറ്റൊരു ദിവസം മറ്റൊന്ന് ചെല്ലുക. അത്തരത്തിൽ തനവ്വു ആണ് ശരീഅത്ത് ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കുന്നത്. അതാകുമ്പോൾ ഒന്നിലധികം സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ബാറകല്ലാഹു ഫീക്കും, ഇസ്തിഫ്താഹിന് ശേഷം, ദുആഉൽ ഇസ്തിഫ്താഹിന് ശേഷം നാം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറയണം. അത് എല്ലാ റക്അത്തിലും പറയണോ അതല്ല ഒരു റക്അത്തിൽ മാത്രമാണോ? ഷാഫിഈ മദ്ഹബ് പ്രകാരം എല്ലാ റക്അത്തുകളിലും പറയണം. ഷാഫിഈ മദ്ഹബ് പ്രകാരം എല്ലാ റക്അത്തുകളിലും പറയണം. ഏത് മദ്ഹബിന്റെ അഭിപ്രായമാണ് ഒരു റക്അത്തിൽ പറഞ്ഞാൽ മതി, ഒന്നാമത്തതിൽ മാത്രം? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയുടെ മദ്ഹബ് അനുസരിച്ച് ഒന്നാമത്തെ റക്അത്തിൽ മാത്രം പറഞ്ഞാൽ മതി. അതിൽ നാം അവസാനം പറഞ്ഞിരുന്നു ഏറ്റവും ശരിയായ അഭിപ്രായം ഷാഫിഈ മദ്ഹബിൽ അഭിപ്രായമാണ്. എല്ലാ റക്അത്തിലും നാം പറയണം. കാരണം സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു പറഞ്ഞു, ഫൈദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹ്. നീ ഖുർആൻ ഓതുകയാണെങ്കിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറയുക. നീ ഖുർആൻ ഓതുകയാണെങ്കിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറയുക. അപ്പോൾ നിസ്കാരത്തിൽ 4 റക്അത്ത് ഉണ്ടെങ്കിൽ 4 റക്അത്തിൽ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്. അതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ അഭിപ്രായം. അതുപോലെ തന്നെ ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽ അൽബാനി റഹിമഹുമുല്ലാഹ് അവരുടെയൊക്കെ അഭിപ്രായം അതാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയുടെ വീക്ഷണം എന്താണ്? എല്ലാ റക്അത്തിലും പറയുന്നവർക്ക് പറയാം, ഒന്നിൽ മാത്രം നിർത്തുന്നവർക്ക് അങ്ങനെ നിർത്താം എന്നുള്ളതാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയുടെ അഭിപ്രായം.
അതുപോലെ തന്നെ ഇസ്തിആദയുടെ രൂപങ്ങൾ ഹദീസിൽ ഏതാ സ്ഥിരപ്പെട്ടത്? ഇസ്തിആദയുടെ രൂപം, അഊദു പറയുന്നതിന്റെ രൂപം ഹദീസിൽ എന്താ സ്ഥിരപ്പെട്ടത്? ഹദീസിൽ വന്നിരിക്കുന്നത് ഹദീസിൽ വന്നിട്ടില്ല. ഇസ്തിആദയുടെ രൂപം അഊദു ബില്ലാഹ് ഒരു രൂപവും ഹദീസിൽ സ്ഥിരപ്പെട്ട് വന്നിരുന്നില്ല. മറിച്ച് അത് വന്നിരിക്കുന്നത് ഖുർആനിന്റെ ഖിറാഅത്തുകളിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്ന ഖുർആനിന്റെ ഖിറാഅത്തുകളിലാണ് ഇസ്തിആദയുടെ രൂപം വന്നിരിക്കുന്നത്. അതിലേറ്റവും മഷ്ഹൂറായത് അല്ലെങ്കിൽ ഏറ്റവും പ്രസിദ്ധമായത് പൊതുവെ നമുക്കറിയുന്ന അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നുള്ളത് തന്നെയാണ്. അതല്ലെങ്കിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നഹു ഹുവസ് സമീഉൽ അലീം അങ്ങനെയുള്ളതും നമുക്ക് പറയുന്നതിൽ തെറ്റില്ല. طيب സൂറത്തുൽ ഫാത്തിഹ എത്ര ആയത്താണ്? 7 ആണോ 8 ആണോ? 7. അതില് അഭിപ്രായ വ്യത്യാസമുണ്ടോ? ആയത്തുകളുടെ എണ്ണത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഇല്ല. സൂറത്തുൽ ഫാത്തിഹ 7 ആയത്താണെന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ആ വിഷയത്തിൽ ഇജ്മാ ആണ്. പക്ഷേ ആയത്തുകൾ എണ്ണത്തിൽ ഒന്നാമത്തെ ആയത്ത് ഏതാണെന്ന വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒന്നാമത്തെ ആയത്താണ്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു ഒന്നാമത്തെ ആയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീനാണ്. അപ്പോൾ ആയത്തുകളുടെ എണ്ണത്തിന്റെ രൂപത്തിൽ വ്യത്യാസമുണ്ട്. എവിടുന്നാണ് തുടങ്ങുന്നത് എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിലേറ്റവും പ്രബലമായ അഭിപ്രായം ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഇവിടെ പറഞ്ഞ എന്താണ്? ഒന്നാമത്തെ ആയത്ത് ഏതാ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതിന്റെ തെളിവെന്താ? അഹ്സൻത് ബാറകല്ലാഹു ഫീക്. ഖുദ്സിയായ കേൾക്കുന്നില്ല, ഒരു മാറ്റിയതാ. അതിന്റെ തെളിവ് ഖുദ്സിയായ ഹദീസാണ്. ഖുദ്സിയായ ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് പറയുമ്പോൾ ഒന്നാമത്തെ ആയത്തായി പറഞ്ഞത് ഏതാ? അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളതാണ് ഒന്നാമത്തെ ആയതായി ഖുദ്സിയായ ഹദീസിൽ വന്നിരിക്കുന്നത്. അതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? എല്ലാവരും അത് മുറാജഅ ചെയ്യണം. നമ്മൾ നന്നായിട്ട് മുറാജഅ ചെയ്യണം. എന്നാൽ മാത്രമേ ഇൽമ് നമ്മുടെ അരികിൽ നിൽക്കുകയുള്ളൂ. ധാരാളം ആൾക്കാർ കുറേ ദർസുകളിൽ ഇരിക്കും. പക്ഷേ ഒന്നിനെക്കുറിച്ചും അവർക്ക് സംസാരിക്കാൻ പറഞ്ഞാൽ അവർക്കറിയില്ല. കാരണം മുറാജഅ ചെയ്യുന്നില്ല. മുറാജഅ ചെയ്യുന്നില്ലെങ്കിൽ ഇൽമ് നിലനിൽക്കുകയില്ല. നിരന്തരമായി മുറാജഅ ചെയ്തുകൊണ്ടേയിരിക്കുക. ഒന്നിനെയും നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. അഹ്ലുസുന്നയുടെ ഒരു പണ്ഡിതൻ എനിക്ക് നൽകിയിരിക്കുന്ന ഒരു നസീഹത്താണ്, നാട്ടിൽ വലിയ വലിയ വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിനേക്കാളും നല്ലത് എന്താണ്? നിസ്കാരവും വുളൂഉം ജനങ്ങൾക്ക് നന്നായി പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ ഒരാളത് പഠിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അറിയുന്ന ആളുകൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുക. കാരണം അത് കാലാകാലം നിലനിൽക്കുന്ന ഇബാദത്താണ്. അതിന്റെ പ്രതിഫലം എന്നും നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിസ്കാരത്തിന്റെ രൂപം, അതിന്റെ സിഫത്ത്, അതുപോലെ തന്നെ വുളൂഇന്റെ രൂപം, അതൊക്കെ നന്നായിട്ട് നമ്മൾ പഠിക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, അത് നിരന്തരം മുറാജഅ ചെയ്യുക. അത്തരത്തിലുള്ളൊരു പതിവ് നമ്മുടെ ജീവിതത്തിൽ നാം ഉണ്ടാക്കിയെടുക്കുക. തയ്യിബ്, ബിസ്മില്ലാഹി റഹ്മാനിർ റഹീമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇസ്തിആദയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുവരെയാണ് അവസാനം പറഞ്ഞത്. ഇവിടെ ചില സഹോദരങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു സൂറത്തുൽ ഫാത്തിഹയുടെ ആശയം ചെറിയ രൂപത്തിൽ പറയാൻ. സൂറത്തുൽ ഫാത്തിഹയുടെ ആശയം ചെറിയ രൂപത്തിൽ പറയാൻ അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. അതുകൊണ്ട് അധികം വിശദീകരിക്കാതെ ബഹുമാന്യനായ അധ്യാപകൻ ഷെയ്ഖ് സ്വാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാഹ് അതിന് നൽകിയിരിക്കുന്ന വിശദീകരണം, ചില വാക്കുകളുടെ അർത്ഥവും അതുപോലെ മൊത്തത്തിൽ നമുക്കൊന്ന് മനസ്സിലാകാൻ ഉപകരിക്കുന്ന രൂപത്തിൽ പറയാം. ആദ്യമായി ഷെയ്ഖ് സ്വാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഈ കിതാബിൽ തഫ്സീറുൽ ഫാത്തിഹ എന്ന ഗ്രന്ഥത്തിൽ ആദ്യമായി സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് 2 ഹദീസുകൾ ഉദ്ധരിച്ചു. സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് 2 ഹദീസുകൾ ഉദ്ധരിച്ചു. ഒന്നാമത്തേത് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അബൂ സഈദ് ഇബ്നുൽ മുഅല്ല റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. അദ്ദേഹം പറയുകയാണ്, കുന്തു ഉസല്ലി, ഒരു ദിവസം ഞാൻ നിസ്കരിക്കുകയായിരുന്നു. ഫദഅനി നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലം ഉജിബ്, ഞാൻ നിസ്കരിക്കുന്നതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിളിച്ചു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചെടുത്തേക്ക് പോയിട്ടില്ല, കാരണം ഞാൻ നിസ്കരിക്കുകയായിരുന്നു. ഫഖുൽതു, അതിന് നിസ്കാരശേഷം അദ്ദേഹം പ്രവാചകനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി കുന്തു ഉസല്ലി, പ്രവാചകരെ ഞാൻ നിസ്കരിക്കുകയായിരുന്നു.
ഫഖാല, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലം യഖുലില്ലാഹ്, അല്ലാഹു പറഞ്ഞിട്ടില്ലേ ഖുർആനിൽ, ഇസ്തജീബു ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും, അല്ലാഹുവും റസൂലും നിങ്ങളെ വിളിച്ചാൽ അതിന് നിങ്ങൾ ഉത്തരം നൽകണമെന്ന് അല്ലാഹു കൽപ്പിച്ചിട്ടില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അഥവാ ഒരു വ്യക്തി നിസ്കരിക്കുന്നതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചാൽ ഉത്തരം നൽകുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ഇന്ന് ഈ കാലഘട്ടത്തിൽ ആ മസ്അല വരികയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉത്തരം നൽകണം. ഇന്നും നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കാരത്തിനിടയിൽ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നിസ്കാരത്തിൽ കൈയളക്കാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിസ്കാരം മുറിക്കാം. സഹീഹുൽ ബുഖാരിയിൽ അബൂ ബർസത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കെ നിസ്കരിക്കാൻ ഒരു സ്ഥലത്ത് അദ്ദേഹം ഇറങ്ങി. അദ്ദേഹത്തിന്റെ വാഹനം ഒരു സ്ഥലത്ത് വെക്കുകയും പഴയ കാലഘട്ടത്തിൽ ഉപയോഗിക്കാറുള്ള കുതിര അല്ലെങ്കിൽ കഴുത അതുപോലെയുള്ളതിനെ ഒരു സ്ഥലത്ത് അദ്ദേഹം വെക്കുകയും അദ്ദേഹം നിസ്കരിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു. നിസ്കരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ ഈ വാഹനം അത് പോയി, അവിടുന്ന് പെട്ടെന്ന് നടന്നുപോയി. നിസ്കാരത്തിൽ അദ്ദേഹം അത് ശ്രദ്ധിക്കുകയും പെട്ടെന്ന് നിസ്കാരം ഒഴിവാക്കിക്കൊണ്ട് അതിനെ പിടിക്കാൻ വേണ്ടി പോവുകയും ചെയ്തു. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി, ഹദീസിൽ വന്നതുപോലെ കാന ലഹു റഅയുൻ, ഖവാരിജുകളുടെ ചില സംസാരങ്ങൾ സംസാരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം പറഞ്ഞു, നിസ്കാരം ഒഴിവാക്കിയിട്ട് കുതിരയെ പിടിക്കാൻ വേണ്ടി പോവുകയാണോ എന്ന് ആക്ഷേപിച്ചപ്പോൾ അത് മറ്റുള്ള സഹാബികൾ കാര്യമാക്കിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വിവരമെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിക്കുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിസ്കാര സാഹചര്യത്തിൽ ഇപ്പോഴാണെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് കൈയളക്കുന്നതിൽ തെറ്റില്ല. നമ്മളിവിടെ നിസ്കരിക്കുന്നതെന്ന് കരുതുക, ഫർദ് നിസ്കാരമാവട്ടെ. ഫർദ് നിസ്കരിക്കുമ്പോൾ ഒരാൾ നമ്മുടെ മുന്നിലൂടെ നടന്നു പോകുന്നു, അദ്ദേഹം ഒരു കുഴിയിലേക്ക് വീഴാൻ പോവുകയാണ്, കണ്ടു കാണാത്ത വ്യക്തിയാണ്. നമുക്ക് എന്ത് ചെയ്യാം? കൈയളക്കിക്കൊണ്ട് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താം. അതുപോലെ തന്നെ നമ്മൾ നിസ്കരിക്കുന്നതിനിടയിൽ മാതാപിതാക്കൾ നമ്മെ വിളിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് സുന്നത്ത് നിസ്കാരമാണെങ്കിൽ, ഫർദ് നിസ്കാരമാണെങ്കിൽ നിർബന്ധിത സാഹചര്യത്തിലല്ലാതെ കൈയളക്കാൻ പാടില്ല. സുന്നത്ത് നിസ്കാരമാണെങ്കിൽ മാതാപിതാക്കൾ ഒരു ആവശ്യത്തിന് നമ്മെ വിളിച്ചുവെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കൈയളക്കൽ അനുവദനീയമാണ്. കൈയളക്കുക എന്നുള്ളത് അനുവദനീയമാണ്. ഇനി നമ്മൾ കൈയളക്കിയിട്ടില്ല, നിസ്കാരം പൂർത്തീകരിച്ചാൽ മാതാപിതാക്കൾക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, അവരുടെ കാര്യം അത് കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് നടത്തിക്കൊടുക്കാൻ വേണ്ടി പറ്റും എന്നാണെങ്കിൽ കൈയളക്കേണ്ടതില്ല. അതല്ലെങ്കിൽ നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. മനസ്സിലായില്ലേ? തയ്യിബ്. അപ്പോൾ അബൂ സഈദ് ഇബ്നുൽ മുഅല്ല റളിയല്ലാഹു അൻഹു പറയുകയാണ്, പ്രവാചകനെ നിസ്കരിക്കുകയായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട്, നിങ്ങൾ അല്ലാഹുവും റസൂലും വിളിച്ചാൽ ഉത്തരം നൽകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സംഭവം ഓർമ്മിച്ചു വയ്ക്കുക. അബൂ സഈദ് ഇബ്നുൽ മുഅല്ല റളിയല്ലാഹു അൻഹു അദ്ദേഹം നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവും റസൂലും നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ അതിന് ഉത്തരം നൽകണം. എന്നിട്ട് അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉഅല്ലിമുക അഅ്ളമ സൂറത്തിൻ ഫിൽ ഖുർആനി ഖബല അൻ തഖ്റുജ മിനൽ മസ്ജിദ്, താങ്കൾ മസ്ജിദിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള സൂറത്ത് ഞാൻ താങ്കൾക്ക് പഠിപ്പിച്ചു തരാം. അദ്ദേഹം പറഞ്ഞു, നഅം, അതേ പ്രവാചകരെ, താങ്കൾ എനിക്ക് പഠിപ്പിച്ചു തരണം. ഫഅഖദ ബിയദി, അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കൈപിടിച്ചു, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഫലമ്മ അറദ്ന അൻ നഖ്റുജ്, അങ്ങനെ മസ്ജിദിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഖുൽതു യാ റസൂലല്ലാഹ്, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇന്നക ഖുൽത ലഉഅല്ലിമന്നക അഅ്ളമ സൂറത്തിൻ മിനൽ ഖുർആൻ, ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള സൂറത്ത് എനിക്ക് പഠിപ്പിച്ചു തരാമെന്ന് താങ്കൾ പറഞ്ഞിരുന്നില്ലേ, അതേതാണ് സൂറത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹിയ സബ്ഉൽ മഥാനി വൽ ഖുർആനുൽ അളീമുൽ ലദീ ഊതീതു. അതിലെ ഏറ്റവും മഹത്വമുള്ള സൂറത്ത് എന്നുള്ളത് സൂറത്തുൽ ഫാത്തിഹയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള സൂറത്ത് ഏതാണ്? സൂറത്തുൽ ഫാത്തിഹയാണ്. ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള സൂറത്ത് സൂറത്തുൽ ഫാത്തിഹയാണ്. അബൂ സഈദ് ഇബ്നുൽ മുഅല്ല റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത്. ആ തെളിവ് പഠിക്കുക.
ആ തെളിവ് പഠിക്കുക. അതല്ലാതെ പല ആളുകൾക്കും അറിയാം ഫാത്തിഹയാണ് ഏറ്റവും മഹത്വമുള്ള സൂറത്ത്, പക്ഷേ തെളിവോടുകൂടി പഠിക്കുക, അതായിരിക്കണം നമ്മുടെ പ്രത്യേകത. അതുപോലെ തന്നെ ഫാത്തിഹയുടെ മഹത്വം അറിയുന്ന മറ്റൊരു ഹദീസാണ് നമ്മളിവിടെ വായിച്ച ഖുദ്സിയായ ഹദീസ്. ഒരു വ്യക്തി നിസ്കരിക്കുമ്പോൾ അവൻ ഫാത്തിഹ ഓതുന്നതിനിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് മലക്കുകളോട് പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് മലക്കുകളോട് പറയും. ഇപ്പൊ രണ്ട് ഹദീസ് മനസ്സിലായില്ലേ? ഫാത്തിഹയുടെ മഹത്വത്തിലുള്ള ഈ രണ്ട് ഹദീസ് മനസ്സിലാക്കുക. തയ്യിബ്. അതിനുശേഷം ഫാത്തിഹയുടെ തുടക്കത്തിൽ നമ്മൾ പറയാറുള്ള ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താണ് അതിന്റെ അർത്ഥം? റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ഓതാൻ ആരംഭിക്കുന്നു. റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ സൂറത്തുൽ ഫാത്തിഹ ഓതാൻ ആരംഭിക്കുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബറകല്ലാഹു ഫീക്കും, അല്ലാഹ് എന്നുള്ളത് അള്ളാഹുവിന്റെ പേരാണ്. അല്ലാഹ് എന്നുള്ളത് അൽ ഇസ്മുൽ അഹ്സൻ, ഏറ്റവും നല്ല പേരാണ് അല്ലാഹ് എന്നുള്ളത്. ഏറ്റവും നല്ല പേരാണ് അല്ലാഹ് എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആരാധനയുടെ എല്ലാ ഇനങ്ങൾക്കും അർഹനായവൻ. അല്ലാഹ് എന്ന് പറഞ്ഞാൽ ആരാധനകളുടെ എല്ലാ ഇനങ്ങൾക്കും അർഹനായവൻ. അതാണ് അല്ലാഹ് എന്ന വാക്കിന്റെ അർത്ഥം. അൽ മഅ്ലൂഹുൽ മുസ്തഹിഖു ലിഇഫ്റാദിഹി ബിൽ ഇബാദ. ആരാധനയുടെ എല്ലാ ഇനങ്ങൾക്കും അർഹനായവൻ ആര് മാത്രമാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പോൾ ബിസ്മില്ലാഹ്, ആരാധനയുടെ എല്ലാ ഇനങ്ങൾക്കും അർഹനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. അർ റഹ്മാനിർ റഹീം, അർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളിൽ പെട്ടതാണ് റഹ്മാനും റഹീമും. അള്ളാഹുവിന്റെ അസ്മാഇകളിൽ പെട്ടതാണ് റഹ്മാനും റഹീമും. അള്ളാഹുവിന് എത്ര നാമങ്ങളുണ്ട്? 99 ആണോ? എത്രയാ? നമുക്കറിയില്ല. ധാരാളം നാമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുണ്ട്. ധാരാളം നാമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുണ്ട്. പിന്നെ ഈ 99 എന്ന് വന്ന ഹദീസിന്റെ ആശയം എന്താണ്? ഇന്ന ലില്ലാഹി 99 അസ്മാ മൻ അഹ്സാഹാ ദഖലൽ ജന്ന. അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്. അതിൽ ആരെങ്കിലും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്ന ഹദീസിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിന്റെ നാമങ്ങളിൽ നിന്ന് 99 നാമങ്ങൾ ആരെങ്കിലും പഠിക്കുകയും അതിന്റെ ആശയം മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്താൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്നാണ്. അതല്ലാതെ അള്ളാഹുവിന്റെ പേരുകൾ വെറും 99 അല്ല അതുകൊണ്ടുള്ള ഉദ്ദേശമെന്ന് ഇമാം ഖത്താബിയെ പോലെയുള്ള പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാം. അതുകൊണ്ട് അള്ളാഹുവിന്റെ പേരുകൾ 99 അല്ല, ധാരാളമുണ്ട്. അതിൽപ്പെട്ട പേരുകളാണ് അർ റഹ്മാൻ അർ റഹീം. അർ റഹ്മാൻ അർ റഹീം. എന്താണ് റഹ്മാനും റഹീമും തമ്മിലുള്ള വ്യത്യാസം? പണ്ഡിതന്മാർക്ക് ഈ വിഷയത്തിൽ ധാരാളം അഭിപ്രായങ്ങളുണ്ട്. പണ്ഡിതന്മാർക്ക് റഹ്മാനും റഹീമും തമ്മിലുള്ള വ്യത്യാസത്തിൽ ധാരാളം അഭിപ്രായങ്ങളുണ്ട്. ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാ അദ്ദേഹത്തിന്റെ ഈ കിതാബിൽ പറയുന്നു, റഹ്മാൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തുള്ളവനാണ്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തുള്ളവനാണ്. അഥവാ അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച്, അള്ളാഹുവിനുള്ള റഹ്മത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴാണ് എന്ത് പറയുക? റഹ്മാൻ എന്ന് പറയുക. അടിമകൾക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യുന്നതിനെ കുറിച്ചാണ്, ആ ഒരു വിശേഷണം അള്ളാഹുവിനുള്ളതിനെ കുറിച്ചാണ് എന്ത് പറയുക? റഹീം എന്ന് പറയുക. ഞാൻ മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. അതല്ലാതെ സൃഷ്ടികളെ ഉദാഹരണപ്പെടുത്തി അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതില്ല. ഒരു വ്യക്തിയുടെ അടുക്കൽ സമ്പാദ്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? സമ്പന്നനാണെന്ന് പറയും. സമ്പന്നനാണ് അദ്ദേഹം. അദ്ദേഹം മറ്റുള്ളവർക്ക് അത് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ത് പറയും? അദ്ദേഹം ഉദാരനാണ്. അദ്ദേഹം ഉദാരനാണ്. ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തുള്ളവനാണ്. അല്ലാഹു റഹ്മത്തുള്ളവനാണ്. അവൻ സ്വന്തമായി റഹ്മത്തുള്ളവനാണ്. അതാണ് റഹ്മാൻ എന്ന് പറഞ്ഞാൽ. ആ റഹ്മത്ത് മറ്റുള്ളവരിലേക്ക് അല്ലാഹു നൽകുന്നതാണ്. അവന്റെ അടിമകൾക്ക് അല്ലാഹു നൽകുന്നതാണ്. അതാണ് റഹീം എന്ന പേര് അർത്ഥമാക്കുന്നത്. അതാണ് റഹീം എന്ന പേര് അർത്ഥമാക്കുന്നത്. ഇതാണ് ഈ വിഷയത്തിൽ വന്നിരിക്കുന്ന ഒരു അഭിപ്രായം. അതാണ് മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മദാരിജുസ് സാലിക്കീൻ എന്ന ഗ്രന്ഥത്തിലും പറയുന്ന അഭിപ്രായം. അദ്ദേഹത്തിന്റെ മദാരിജുസ് സാലിക്കീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും പറയുന്ന അഭിപ്രായം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു, ഞാൻ ഓതാൻ ആരംഭിക്കുന്നു. അതാണ് ആ വാക്കിന്റെ അർത്ഥം. ഇനി മുതൽ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, ഈ റഹ്മാനും റഹീമും പറയുമ്പോൾ പല ആളുകളും കരുണാവാരിധിയും കരുണാനിധിയുമായ അള്ളാഹു എന്ന് പറയും. അത് കേവലം മലയാളത്തിൽ ചിലർ പഠിച്ചു വെച്ചു എന്നല്ലാതെ അതിന്റെ ആശയം പലർക്കും അറിയില്ല. അങ്ങനെ പറയുന്നതിൽ കാര്യമില്ല. മറിച്ച് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നിസ്കരിക്കാൻ വേണ്ടി നിന്നുകൊണ്ട്
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ചിന്ത എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തുള്ളവനാണ്, അവന്റെ അടിമകൾക്ക് റഹ്മത്ത് ചെയ്യുന്നവനാണ്. വറഹ്മതി വസിഅത് കുല്ല ഷൈ, എല്ലാത്തിനും അല്ലാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുന്നു. നമ്മളിവിടെ ഇരിക്കുന്നത് അല്ലാഹുവിന്റെ റഹ്മത്ത് കാരണത്താലാണ്, നമ്മൾ കേൾക്കുന്നത് അല്ലാഹുവിന്റെ റഹ്മത്ത് കാരണത്താലാണ്, നിസ്കരിക്കാൻ മസ്ജിദിലേക്ക് നടന്നു വരുന്നത് അല്ലാഹുവിന്റെ റഹ്മത്ത് കാരണത്താലാണ്. നമുക്ക് ജീവിതത്തിൽ ഏത് പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടെങ്കിലും അല്ലാഹുവിന്റെ റഹ്മത്ത് കാരണത്താലാണ്. ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു ആശയം നമ്മുടെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിസ്കരിക്കാൻ നമുക്ക് സാധിച്ചാൽ പിന്നെ നമ്മുടെ നിസ്കാരത്തിൽ ചിന്ത എവിടെയും പോവില്ല. നമ്മൾ നിസ്കാരത്തിൽ കൈകെട്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇങ്ങനെ ഓതും. ആ സമയത്ത് നമ്മുടെ മനസ്സിൽ അതിനെക്കുറിച്ച് ചിന്തയില്ല. നേരെ മറിച്ച് നിസ്കാരത്തിൽ കൈകെട്ടി ഒന്നാമത്തെ ആയത്ത് ഓതുമ്പോൾ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, എല്ലാവർക്കും കരുണ നൽകുന്ന അതിമഹത്തായ കരുണയുടെ ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്ന ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ നിസ്കാരത്തിൽ നമുക്ക് കൺകുളിർമ ലഭിക്കും. അതാണ് ആ ആയത്തിന്റെ അർത്ഥം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ, ഹംദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിയിലുള്ള നന്മകൾ വെച്ചുകൊണ്ട് അദ്ദേഹത്തിനെ പുകഴ്ത്തുന്നതിനാണ് എന്ത് പറയുക? ഹംദ് എന്ന് പറയും. ഒരു വ്യക്തിയിലുള്ള നന്മകൾ വെച്ചുകൊണ്ട് അദ്ദേഹത്തിനെ പുകഴ്ത്തുന്നതിനാണ് ഹംദ് എന്ന് പറയുക. അദ്ദേഹത്തോടുള്ള ഇഷ്ടം കാരണത്താൽ ഒരു വ്യക്തിയിൽ ധാരാളം നന്മകളുണ്ട്, അദ്ദേഹത്തെ നമുക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് നമ്മൾ പുകഴ്ത്തുന്നു, അദ്ദേഹത്തെ പേടിച്ചിട്ടല്ല. അദ്ദേഹത്തോട് നമുക്കൊരു ഇഷ്ടം കാരണത്താൽ നമ്മൾ അദ്ദേഹത്തെ പുകഴ്ത്തുന്നതിനാണ് എന്ത് പറയുക? ഹംദ് എന്ന് പറയുക. അപ്പോൾ അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും എല്ലാ സ്തുതിയും അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാകുന്നു, ആരാധനക്കർഹനായ അല്ലാഹുവിനാകുന്നു. അൽഹംദുലില്ലാഹ്. അതിനുശേഷം അള്ളാഹുവിന്റെ ഒരു വിശേഷണം പറയുകയാണ്, റബ്ബിൽ ആലമീൻ. റബ്ബിൽ ആലമീൻ. ആലം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പൊതുവെ മലയാളത്തിൽ വായിക്കുമ്പോൾ സർവ്വലോകത്തിന്റെയും, എന്താണ് സർവ്വലോകം എന്ന് പറഞ്ഞാൽ? ധാരാളം ലോകങ്ങളുണ്ട്, നമ്മൾ കണ്ടുകൊണ്ട് കണ്ടതും കാണാത്തതുമായ. ആലമുൽ ബശർ, മനുഷ്യരുടെ ലോകം. ആലമുൽ മലായിക, മലക്കുകളുടെ ലോകം. ആലമുൽ ജിൻ, ജിന്നുകളുടെ ലോകം. ആലമുൽ നബാതാത്ത്, സസ്യങ്ങളുടെ ലോകം. ആലമുൽ ജമാദാത്ത്. ഇങ്ങനെ നമുക്ക് കണ്ടതും നമ്മൾ കാണാത്തതുമായ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ചിലതിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. എല്ലാ വസ്തുക്കളുടെയും റബ്ബാരാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. എല്ലാത്തിന്റെയും സമുദ്രങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ്, സമുദ്രത്തിലുള്ള മത്സ്യങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ്, അതിന്റെ ഭക്ഷണം നൽകുന്ന അള്ളാഹുവാണ്, അതിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. ഇങ്ങനെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സകല ലോകത്തിന്റെയും, സകല ലോകം എന്ന് പറഞ്ഞാൽ ആ ചിന്താഗതി വരണം, അതല്ലാതെ ആ മലയാള വാക്കല്ല. സകല ലോകത്തിന്റെയും, ജിന്നുകളുടെയും മലക്കിന്റെയും മനുഷ്യരുടെയും ഒക്കെ റബ്ബ് അത്രയും മഹത്വമുള്ളവൻ. ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രി, ചില ആളുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞതുപോലെ അവർ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയില്ല എന്ന് പറയുന്നത് ഇത്തരത്തിൽ അള്ളാഹുവിനെ നമ്മൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ്. അള്ളാഹുവിന്റെ അളമത്ത്, അവന്റെ വലിപ്പം, അത് നമ്മൾ മനസ്സിലാക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സകല ലോകത്തിന്റെയും റബ്ബ് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ അസ്മാഇകൾ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഇകൾ രണ്ട് രൂപത്തിലാണ്, പ്രധാനമായും രണ്ട് രൂപത്തിലാണ് അള്ളാഹുവിന്റെ പേരുകൾ. നമ്മളിപ്പോ നേരത്തെ എന്ത് പറഞ്ഞു? റഹ്മാൻ അള്ളാഹുവിന്റെ പേരാണ്, റഹീം അള്ളാഹുവിന്റെ പേരാണ്. അതൊക്കെ ഒറ്റ നാമങ്ങളാണ്. ഇനി അള്ളാഹുവിന്റെ രണ്ടായി വരുന്ന നാമങ്ങളുണ്ട്. അൽ അസ്മാഉൽ ഇളാഫിയ എന്ന് പറയും. അൽ അസ്മാഉൽ ഇളാഫിയ, ചേർത്ത് വരുന്ന നാമങ്ങൾ. ഏതുപോലെ? റബ്ബുൽ ആലമീൻ, അത് അള്ളാഹുവിന്റെ നാമമാണ്, റബ്ബുൽ ആലമീൻ. അതുപോലെ തന്നെ മാലികുൽ മുൽക്ക്, മാലികുൽ മുൽക്ക്, രാജാധികാരികളുടെ അല്ലെങ്കിൽ ഭരണാധികാരികളുടെ ഭരണാധികാരിയായ അള്ളാഹു സുബ്ഹാനഹു വ തആല. ആലിമുൽ ഗൈബ്, ആലിമുൽ ഗൈബ്. അതുപോലെ തന്നെ ആലിമുൽ ഷഹാദ. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേരുകളുണ്ട്. അപ്പോൾ അള്ളാഹുവിന്റെ പേരുകൾ കേവലം അർ റഹ്മാൻ, അർ റഹീം, അൽ ഖുദ്ദൂസ് എന്ന് മാത്രമല്ല, മറിച്ച് രണ്ട് വാക്കുകൾ വരുന്ന പേരുകളും അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുണ്ട്. ഇമാം അൽ അസ്ബഹാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബുൽ ഹുജ്ജയിലും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ഫതാവൽ മിസ്രിയയിലും ഈ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതായത് അള്ളാഹുവിന് ഈ രൂപത്തിലുള്ള നാമങ്ങളും ഉണ്ട് എന്ന കാര്യം അവരൊക്കെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർ റഹ്മാനിർ റഹീം, അത് നമ്മൾ പറഞ്ഞു. അർ റഹ്മാനിർ റഹീം നമ്മൾ പറഞ്ഞു. മാലികി യൗമിദ്ദീൻ, മാലികി യൗമിദ്ദീൻ. മാലിക് എന്ന് പറഞ്ഞാൽ എന്താ? ഉടമസ്ഥൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടമസ്ഥനാണ്. യൗമിദ്ദീൻ, യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ, യൗമുദ്ദീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൗമുൽ ഹിസാബി വൽ ജസാഇ അലൽ അഅമാൽ. യൗമുൽ ഹിസാബി വ യൗമുൽ ജസാഇ അലൽ അഅമാൽ.
അടിമകൾ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങളെ വിചാരണ ചെയ്യുകയും അതിന് തക്കതായ പ്രതിഫലം നൽകുകയും ചെയ്യുന്നവൻ. ഒന്നുകിൽ പ്രതിഫലം അല്ലെങ്കിൽ ശിക്ഷ. മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ അടിമകൾ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങളെ വിചാരണ ചെയ്യുകയും അതിന് പ്രതിഫലം നൽകുകയും ചെയ്യുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. അതിന് പ്രതിഫലം നൽകുകയും ചെയ്യുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. സൂറത്തുൽ ഇൻഫിതാറിൽ അല്ലാഹു പറഞ്ഞു, വമാ അദ്റാക മാ യൗമുദ്ദീൻ, മാലിക് യൗമിദ്ദീൻ. വമാ അദ്റാക മാ യൗമുദ്ദീൻ, യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സുമ്മ മാ അദ്റാക മാ യൗമുദ്ദീൻ, വീണ്ടും ചോദിക്കുകയാണ് യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നിട്ട് അല്ലാഹു പറയുന്നു, യൗമ, അതൊരു ദിവസമാണ്, ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ഷൈഅ, ഒരാൾക്കും മറ്റൊരാൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ദിവസം. ഒരാൾക്കും സാധിക്കുകയില്ല. ഇന്ന് നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി ഒരു പൈസ ആവശ്യമുണ്ട്, സഹോദരനെ വിളിച്ച് എനിക്കൊരു പൈസ വേണം, തരാൻ ആളുണ്ട്. അല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നമുണ്ട്, അതൊന്ന് നീ സംസാരിച്ച് ഇടപെടാൻ വേണ്ടി വരാൻ ആളുണ്ട്. എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്, നീ ഒന്ന് ഇടപെടാൻ ആളുണ്ട്. നമുക്ക് എന്ത് പ്രയാസം വന്നാലും ഈ ദുനിയാവിൽ നമുക്ക് വേണ്ടി ഇടപെടാൻ ആളുകളുണ്ട്. എന്നാൽ ആഖിറത്തിൽ അന്ന് സഹായിക്കാൻ സാധിക്കുക ആർക്ക് മാത്രമാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. നമ്മുടെ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തിട്ടപ്പെടുത്തുമ്പോൾ അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരാളെ കൊണ്ടുവന്ന് നീ നിനക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്ത് പറയാൻ നമുക്ക് സാധ്യമല്ല. അവിടെ അല്ലാഹുവിന്റെ തീരുമാനമാണ്. യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ഷൈഅ. നമുക്ക് ഒരു സബബുകളും അവിടുന്ന് സ്വീകരിക്കാൻ സാധ്യമല്ല. ഇവിടെ നമുക്ക് സബബുകൾ സ്വീകരിക്കാം. ആ സബബ് നടത്തിത്തരേണ്ടത് അല്ലാഹുവാണ്. പക്ഷെ സബബുകൾ സ്വീകരിക്കാനുള്ള ഒരു ചോയ്സ് നമ്മുടെ മുമ്പിലുണ്ട്. ആഖിറത്തിലെത്തിയാൽ ഒന്നുമില്ല. അടിമയുടെ നിസ്സാരതയാണ് അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ ഫാത്തിഹയിലൂടെ പറയുന്നത്. മാലിക് യൗമിദ്ദീൻ, നമ്മുടെ അമലുകളെ വിചാരണക്കെടുക്കുകയും അതിന്റെ പ്രതിഫലമോ ശിക്ഷയോ നൽകുകയും ചെയ്യുന്ന ദിവസത്തിലെ ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മൾ ഒന്നുമല്ല എന്നൊരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ ശരിക്കു വരും. അതൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഓതുമ്പോൾ മനുഷ്യന്റെ നിസ്സാരതയും അല്ലാഹുവിന്റെ വലിപ്പവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാലിക് യൗമിദ്ദീൻ. അതിനുശേഷം അല്ലാഹു പറഞ്ഞു, ഇതുവരെ പറഞ്ഞത് എന്താണ്? അല്ലാഹുവിനെ സ്തുതിച്ചു, അതുപോലെ തന്നെ അല്ലാഹുവിന്റെ മഹത്വം പറഞ്ഞു, അവന്റെ നാമവിശേഷണങ്ങളൊക്കെ അവന്റെ മുന്നിൽ പറഞ്ഞു. അതിനുശേഷം നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ പറയുകയാണ്, ഇയ്യാക നഅ്ബുദ് വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിനക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ആരാധന ചെയ്യുന്നത്, നിന്നോട് മാത്രം. വേറൊരാൾക്കും നമ്മൾ ആരാധന ചെയ്യുന്നില്ല, വേറൊരാൾക്കും. ഈ ഒരു ആയത്ത് മാത്രം മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരാൾ ഖബറിന്റെ പിന്നാലെ പോവില്ല, ഒരു വലിയിന്റെ പിന്നാലെ പോവില്ല, ഒരു സാലിഹിന്റെ പിന്നാലെ പോവില്ല, അവരോട് ആരാധിക്കാൻ, ഖബറാളികളോട് പ്രാർത്ഥിക്കാൻ ആരും പോവില്ല. ഈ ഒരു ആയത്ത് മനസ്സിലാക്കിയാൽ മതി. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം അല്ലാഹുവേ നമ്മൾ ആരാധിക്കുന്നു, ഇബാദത്ത് നിനക്ക് മാത്രം. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം നാം സഹായം ചോദിക്കുകയും ചെയ്യുന്നു, നിന്നോട് മാത്രം നാം സഹായം ചോദിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുകയാണ്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവേ, എനിക്ക് സിറാത്തുൽ മുസ്തഖീമിലേക്ക് നീ ഹിദായത്ത് നൽകണം, സിറാത്തുൽ മുസ്തഖീമിലേക്ക് നീ ഹിദായത്ത് നൽകണം. ഹിദായത്ത് നൽകണം എന്ന് പറഞ്ഞാൽ എനിക്ക് നീ അത് കാണിച്ചു തരണം. എന്താണ് സിറാത്തുൽ മുസ്തഖീം എന്ന് നീ എനിക്ക് കാണിച്ചു തരണം. മാത്രമല്ല, ഹിദായത്ത് എന്ന് പറഞ്ഞാൽ കേവലം കാണിച്ചു തരലല്ല, അതിൽ നിന്നെ കണ്ടുമുട്ടുന്നത് വരെ ഉറച്ചു നിൽക്കാനുള്ള ഭാഗ്യവും നീ നൽകണം. നമുക്ക് പല ആളുകൾക്കും ഒരുപക്ഷെ ഹിദായത്ത് ലഭിച്ചിട്ടുണ്ടാകും, പക്ഷെ എത്ര ആളുകൾ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്? അതുകൊണ്ട് നമ്മുടെ ആ പ്രാർത്ഥനയാണ്. നമ്മളൊരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പോലും അതില്ലാണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ എന്ത് ഉപകാരം ഉണ്ടാവാം? നമ്മൾ നിസ്കാരത്തിൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരണം, എനിക്ക് അല്ലാഹു ഹിദായത്ത് നൽകണം, ആ ഹിദായത്തിൽ അല്ലാഹു എന്നെ ഉറപ്പിച്ചു നിർത്തണം. ഈ രണ്ട് ആവശ്യവുമാണ് അല്ലാഹുവിന്റെ മുമ്പിൽ നാം പറയുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇസ്ലാമിന്റെ ശരിയായ മാർഗത്തിൽ എന്നെ നീ ഉറപ്പിച്ചു നിർത്തണം, ആ ഒരു അവസ്ഥയിൽ നിന്നെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യവും എനിക്ക് നീ നൽകണം. ആരുടെ മാർഗമാണ് ഈ സിറാത്തുൽ മുസ്തഖീം? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചെയ്തു, അത് കാരണത്താൽ നിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന, നിന്റെ അനുഗ്രഹം ലഭിച്ച ആളുകളുടെ മാർഗത്തിൽ അല്ലാഹു നീ എന്നെയും നയിക്കണം. നിന്റെ അനുഗ്രഹം ലഭിച്ച കുറെ ആളുകൾ എന്റെ മുമ്പേ കടന്നുപോയിട്ടുണ്ട്, ധാരാളം ആളുകൾ, അമ്പിയാക്കളാവട്ടെ അല്ലെങ്കിൽ സാലിഹ്യങ്ങളാവട്ടെ, അവരൊക്കെ ചലിച്ചിരിക്കുന്ന ആ ഒരു മാർഗത്തിൽ എന്നെയും അല്ലാഹുവെ നീ നയിക്കണം. എത്ര വലിയ പ്രാർത്ഥനയാണ്, എത്ര വലിയ പ്രാർത്ഥനയാണ് സഹോദരങ്ങളെ. ഏറ്റവും വലിയ നമ്മുടെ ലക്ഷ്യമായ ഇസ്ലാമിനെ ചോദിക്കുന്നു, അതുപോലെ തന്നെ ഇസ്തിഖാമത്തിനെ കുറിച്ച് ചോദിക്കുന്നു. അതിൽ നീ ഉറപ്പിച്ചു നിർത്തണം, ഈ ദുനിയാവിൽ ഒരാളും എന്നെ വഴിതെറ്റിക്കാൻ ഇടയാക്കരുത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം,
ഒരടിമ എല്ലാ ദിവസവും സൂറത്തുൽ ഫാത്തിഹ നിർബന്ധമായി 17 തവണ ഓതുമ്പോൾ അതിലൊക്കെ മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് ചോദിച്ചാൽ അള്ളാഹു ഒരിക്കലും അത് തട്ടിക്കളയുകയില്ല, ഒരിക്കലും തട്ടിക്കളയുകയില്ല. ഒരു പ്രാർത്ഥനയും അള്ളാഹു സുബ്ഹാനഹു വ തആല തട്ടിക്കളയുകയില്ല. ഇമാം ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹ് അതിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നതായി കാണാം, ഒരു പ്രാർത്ഥനയും അള്ളാഹു തട്ടിക്കളയുകയില്ല, പക്ഷേ പ്രാർത്ഥിക്കേണ്ടത് പോലെ പ്രാർത്ഥിക്കണം. മനസ്സറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന ചിന്താഗതിയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കണം. ഫാത്തിഹ ഓതുമ്പോൾ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ചിന്താഗതി നമ്മുടെ മനസ്സിൽ വരണം. അതല്ലാതെ ഇങ്ങനെ ഓതിപ്പോയത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ഇവിടെ നമ്മൾ മഗ്രിബ് നിസ്കരിച്ചു, എത്ര ആളുകളുടെ മനസ്സിൽ ആ ചിന്ത വന്നിട്ടുണ്ട്? നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ കുറെ ആളുകൾ നിസ്കരിക്കും, അതിലൊരാൾക്ക് നിസ്കരിച്ച് പുറത്തു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ലാ ഉശ്റുഹ, 10 പ്രതിഫലം മാത്രമേ ലഭിച്ചിട്ടുണ്ടാവും. വേറൊരാൾക്ക് 9 1, വേറൊരാൾക്ക് 8 1, ഇങ്ങനെ വ്യത്യസ്ത പ്രതിഫലങ്ങളായിരിക്കാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഫാത്തിഹ ഓതുമ്പോൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി ഓതാൻ നാം പരിശ്രമിക്കുക. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ സത്യവിശ്വാസികളുടെ മാർഗത്തിൽ എന്നെ നീ നയിക്കണം. ഗൈരിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ ഗളബ് അല്ലെങ്കിൽ നിന്റെ കോപമുണ്ടായവരുടെ മാർഗത്തിൽ അല്ലാഹു നീ എന്നെ നയിക്കരുത്. വലല്ലാലീൻ, വഴികേടിലായ ആളുകളുടെ മാർഗത്തിലും അല്ലാഹു നീ എന്നെ നയിക്കാൻ പാടില്ല. നിന്റെ കോപമുണ്ടായ ആളുകൾ അതുപോലെ തന്നെ വഴികേടിലായ ആളുകൾ, അവരുടെ മാർഗത്തിലേക്ക് നീ എന്നെ നയിക്കരുത്, മറിച്ച് ശരിയായ മാർഗത്തിൽ നീ എന്നെ നയിക്കണം. ഇവിടെ 2 കാര്യങ്ങൾ, ഹഖിൽ നിന്ന് വ്യതിചലിച്ച ആളുകളുടെ 2 വിഷയങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത്തേത്, ചില ആളുകൾക്ക് അറിവുണ്ട്, സിറാത്തൽ ലദീന ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. അവിടെ മഗ്ദൂബ അലൈഹിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ശപിക്കപ്പെട്ടവർ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? സത്യം അറിഞ്ഞിട്ടും അത് പ്രവർത്തിക്കാത്തവർ. സത്യം അറിഞ്ഞിട്ടും അത് പ്രവർത്തിക്കാത്തവർ. സത്യം അറിഞ്ഞിട്ടും അത് പ്രവർത്തിക്കാത്തവർ ആരാണവർ? ജൂതന്മാർ. അവരാണ് ജൂതന്മാർ. അവർക്ക് സത്യം അറിയാം, പക്ഷെ അവർ സത്യം അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. രണ്ടാമത്തെ വിഭാഗം എന്നുള്ളത് അറിവില്ലാതെ, അവർക്ക് ഇൽമില്ല, അറിവില്ല, പക്ഷെ അവരിങ്ങനെ കുറെ ആരാധനകൾ നടത്തുന്നുണ്ട്. ഈ 2 വിഭാഗത്തിലും അള്ളാഹു നീ എന്നെ പെടുത്തരുത്. ഈ രണ്ടാമത്തെ വിഭാഗം ആരാണ്? നസ്രാണികൾ. ഈ രണ്ടാമത്തെ വിഭാഗം നസ്രാണികൾ. അതുകൊണ്ട് നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ട് കഴിഞ്ഞു. ഇനി എന്താ നമുക്ക് ആവശ്യമുള്ളത്? നമ്മൾ ഫാത്തിഹയിൽ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് പറഞ്ഞു. നമ്മൾ അള്ളാഹുവിനെ ആദ്യം പുകഴ്ത്തി, അള്ളാഹുവിന്റെ അസ്മാവുകൾ അള്ളാഹുവിന്റെ മുൻനിർത്തി വെച്ചു. എന്നിട്ട് അള്ളാഹുവിനോട് പറഞ്ഞു, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ചോദിക്കാനും പറയാനും നീ മാത്രം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അതുകൊണ്ട് റബ്ബേ നീ എന്നെ കൈവിടരുത്, എന്റെ എല്ലാ കാര്യങ്ങളിലും നീ എന്നെ സഹായിക്കണം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, ജൂതനസാറാക്കളെ പോലെ വഴികെട്ട ആളുകളുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തരുത്, ശരിയായ മുഅ്മിനീങ്ങളുടെ മാർഗത്തിൽ എന്നെ നീ നയിക്കണം. ഈ ഒരു പ്രാർത്ഥന സത്യമായി മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ പിന്നെ കാഫിര്യങ്ങളുടെ സ്വഭാവം നമുക്കുണ്ടാവില്ല. കാഫിര്യങ്ങളുടെ ഒരു വിഷയവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. ഇതൊന്നും നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പറയാറില്ലേ, എത്ര ദുആ ചെയ്തിട്ടും കാര്യമില്ല, എത്ര ദുആ ചെയ്ത് അല്ലാഹു സ്വീകരിക്കുന്നത്. എന്തുകൊണ്ടാണ്? മനസ്സറിഞ്ഞ് ദുആ ചെയ്യാൻ നമ്മൾ തയ്യാറാവുക. ഇതാണ് ഫാത്തിഹയുടെ പ്രധാനപ്പെട്ട ചില അർത്ഥങ്ങൾ. ഇതാണ് ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബിൽ സൂചിപ്പിച്ചത്. ത്വയ്യിബ്. അതിനുശേഷം നാം അന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം, ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ ആമീൻ എന്ന് പറയണം. ആമീൻ എന്ന് പറയണം. അതിന്റെ രൂപം നമ്മൾ പറഞ്ഞിരുന്നു. ഒന്നുകിൽ 2 ഹറക്കത്ത് വരെ നീട്ടാം, അല്ലെങ്കിൽ 4, അല്ലെങ്കിൽ 6, വ്യത്യസ്ത ഖിറാഅത്തുകൾ അനുസരിച്ച് മാറ്റം വരും. അതുപോലെ തന്നെ ആമീൻ പറയുമ്പോൾ, ആമീൻ പറയുന്നവർ ആരെ പോലെ തന്നെയാണ്? ദുആ ചെയ്തവരെ പോലെ തന്നെയാണ്. ആമീൻ പറയുന്നവർ ദുആ ചെയ്തവരെ പോലെ തന്നെയാണ്. എന്താണ് അതിന്റെ തെളിവ്? മൂസാ നബി ദുആ ചെയ്ത സംഭവം സൂറത്തു യൂനുസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്ന സംഭവം. അതിലെന്ത് പറഞ്ഞു? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തതിനെ കുറിച്ച് പറഞ്ഞു. പിന്നീട് അല്ലാഹു പറഞ്ഞു, ഖാല ഖദ് ഉജീബത് ദഅവതുകുമാ, നിങ്ങൾ 2 പേരുടെയും ദുആക്ക് അല്ലാഹു ഉത്തരം നൽകിയിരിക്കുന്നു. വാസ്തവത്തിൽ അവിടെ ദുആ ചെയ്തത് ആരെ കുറിച്ചാണ് പറഞ്ഞത്? മൂസയെ കുറിച്ചാണ്. അപ്പോൾ അതിനെ ഉലമാക്കൾ വിശദീകരിച്ചു. മൂസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, ഹാറൂൻ അലൈഹിസ്സലാം ആമീൻ പറഞ്ഞു. അതുപോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലൊക്കെ ആമീൻ പറയുമ്പോൾ മസ്ജിദിന് ഒരു ഇളക്കം ഉണ്ടാകാറുണ്ട്. അത്രയും ശ്രദ്ധയോടുകൂടി എല്ലാവരും ആമീൻ പറയാറുണ്ടായിരുന്നു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ ഓതുന്ന കാര്യങ്ങളെക്കുറിച്ചും അവിടുത്തെ ഏത് സൂറത്തുകളാണ് ഓതാറുള്ളത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അവസാനമായി നാം പറഞ്ഞിരിക്കുന്ന ചില വിഷയങ്ങൾ, ബറക്കല്ലാഹു ഫീക്കും, അത് നമുക്ക് പലപ്പോഴും ആവശ്യം വരുന്നതാണ്. അതുകൊണ്ട് പെട്ടെന്നൊന്ന് മുറാജഅ ചെയ്യാം. 2 റക്അഅത്തിലും ഒരു സൂറത്ത് ഓതാൻ പറ്റുമോ? പറ്റും.
അല്ലേ? എന്താണ് അതിന്റെ തെളിവ്? രണ്ട് റക്അഅത്തിലും ഒരേ സൂറത്ത് ഓതുന്നതിന്റെ വിധി എന്താ? അനുവദനീയമാണ്. തെളിവെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ഓതിയത്? സൂറത്തു ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ എന്ന സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്ർ നിസ്കാരത്തിൽ 2 റക്അഅത്തിൽ ഓതിയതായി ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് 2 റക്അഅത്തിലും ഒരു സൂറത്ത് ഓതൽ അനുവദനീയമാണ്. പക്ഷെ ഏറ്റവും നല്ലത് വേറെ വേറെ സൂറത്ത് ഓതുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു സൂറത്ത് 2 റക്അഅത്തിൽ ഓതലാണോ നല്ലത്, അതല്ല എല്ലാ റക്അഅത്തിലും ഓരോരോ സൂറത്ത് ഓതലാണോ നല്ലത്? ഓരോരോ സൂറത്താണ്. അതിന് തെളിവെന്താ? തെളിവെന്താണ്? അബൂ ഖതാദത അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന നബിയു യഖറഉ ഫി റക്അഅതൈൻ മിനൽ ളുഹ്രി വൽ അസ്രി ബിഫാത്തിഹത്തിൽ കിതാബ് വസൂറത്തിൻ സൂറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹ്റുൽ അസ്റിലൊക്കെ ഫാത്തിഹ ഓതിയതിനു ശേഷം ഓരോരോ സൂറത്ത് ഓതുമായിരുന്നു. അതിനെ വിശദീകരിക്കുമ്പോൾ ഹാഫിദ് ഇബ്നു ഹജർ പറഞ്ഞു, ഫീ കുല്ലി റക്അഅത്തിൻ സൂറ, എല്ലാ റക്അഅത്തിലും ഒരു സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതാറുണ്ട്. ഇടയ്ക്കൊക്കെ 2 റക്അഅത്തിൽ ഒരു സൂറത്ത് ഓതുന്നതിൽ തെറ്റില്ല. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ അഅറാഫ് മഗ്രിബ് നിസ്കാരത്തിൽ ഓതിയതായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൂറത്തുൽ ബഖറ 2 റക്അഅത്തിൽ ഓതിയതായി ഇമാം തഹാവി റഹിമഹുല്ലാഹു ഉദ്ധരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഓതുന്നതിൽ തെറ്റില്ല. ഇനി ഒന്നിലധികം സൂറത്തുകൾ ഒരു റക്അഅത്തിൽ ഓതാമോ? ഓതാം. എന്താണ് അതിന്റെ തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിൽ ഓതാറുള്ളതായി അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി റഹിമഹുല്ലാഹു ഉദ്ധരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിൽ ഓതാറുള്ളതായി അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു. ആ അധ്യായത്തിന്റെ പേരായി ഇമാം ബുഖാരി കൊണ്ടുവന്നു ബാബുൽ ജംഇ ബൈന സൂറത്തൈൻ. 2 സൂറത്ത് ഒരുമിച്ച് ഓതൽ അനുവദനീയമാണെന്ന് അറിയിക്കുന്ന അധ്യായം. 2 സൂറത്ത് ഒന്നിച്ച് ഓതൽ അനുവദനീയമാണെന്ന് അറിയിക്കുന്ന അധ്യായം. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സിഫത്തുസ് സ്വലാത്തിലും അത് അനുവദനീയമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുവരെയാണ് നാം പറഞ്ഞത്. അതുവരെയാണ് കഴിഞ്ഞ ദർസിൽ നാം പറഞ്ഞത്. തയ്യിബ്. അതിനുശേഷം ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, വബഅദ അൻ യഖറഅ അസ്സൂറത മഅൽ ഫാത്തിഹ, സൂറത്ത് ഓതി നമ്മൾ പറഞ്ഞു അല്ലേ, അതിനുശേഷം ഫാത്തിഹ ഓതി അതിനുശേഷം സൂറത്ത് ഓതി, യർഫഉ യദൈഹി മുകബ്ബിറൻ ലിയർകഅ വയളഅ യദൈഹി അല الركبتين مفرجتي الأصابع ويجافي عضديه عن جنبيه ويسوي ظهره برأسه فلا يخوصه. قالت عائشة رضي الله عنها كان النبي صلى الله عليه وسلم إذا ركع لم يشخص رأسه ولم يصوبه ولكن بين ذلك. رواه أحمد ومسلم وأبو داود. طيب. അടുത്തതായി നമുക്കുള്ള വിഷയം എന്താണ്? റുകൂഅാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ നിന്നു ഫാത്തിഹ ഓതി അതിനുശേഷം സൂറത്ത് ഓതി പിന്നീട് എന്താ ചെയ്യാറുള്ളത്? റുകൂഇലേക്ക് പോകും. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഇലേക്ക് പോകും. ഇവിടെ ഒന്നാമതായി നാം ശ്രദ്ധിക്കേണ്ട വിഷയം, ബാറക്കല്ലാഹു ഫീക്കും, റുകൂഅ് എന്നുള്ളത് നിസ്കാരത്തിന്റെ അർക്കാനുകളിൽപ്പെട്ടതാണ്. റുകൂഅ് എന്നുള്ളത് നിസ്കാരത്തിന്റെ അർക്കാനുകളിൽപ്പെട്ടതാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ ഏകദേശം 4 റുക്നുകളാണ് വന്നത്. ഒന്നാമത്തേത് നിസ്കാരത്തിൽ നിൽക്കണം, അത് റുക്നാണ്. രണ്ടാമത്തേത് തക്ബീറത്തുൽ ഇഹ്റാം, അത് റുക്നാണ്. മൂന്നാമത്തേത് സൂറത്തുൽ ഫാത്തിഹ ഓതണം, അത് റുക്നാണ്. നാലാമത്തേത് റുകൂഅാണ്. റുകൂഅ് എന്നുള്ളത് നിസ്കാരത്തിന്റെ റുക്നുകളിൽ പെട്ടതാണ്. റുക്ൻ അറിയുന്നതിന്റെ പ്രാധാന്യം ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. നിസ്കാരത്തിന്റെ റുക്നുകളിൽ പെട്ടതാണ് റുകൂഅ് ചെയ്യുക എന്നുള്ളത്. ആരെങ്കിലും റുകൂഅ് ചെയ്തില്ല എങ്കിൽ അവന്റെ നിസ്കാരം ബാത്തിലാണ്. പിന്നീട് ഇവിടെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് റുകൂഇന്റെ രൂപമാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, യർഫഉ യദൈഹി, നമ്മൾ നിൽക്കുമ്പോൾ റുകൂഇലേക്ക് പോകാൻ തീരുമാനിച്ചാൽ എന്ത് ചെയ്യുക? യർഫഉ യദൈഹി, 2 കൈകളും ഉയർത്തുക. ഏതുവരെ ഉയർത്തണം? ഒന്നുകിൽ ചെവിക്ക് നേരെ അല്ലെങ്കിൽ ചുമലിന് നേരെ. ഈ 2 രൂപത്തിലാണ് ഹദീസുകൾ വന്നിട്ടുള്ളത്. അബ്ദുല്ലാഹ് ബിൻ ഉമറിന്റെ ഹദീസും മാലിക് ബിൻ അൽ ഹുവൈരിസിന്റെ ഹദീസും. ഒന്നുകിൽ ചുമലിന് നേരെ അല്ലെങ്കിൽ ചെവിക്ക് നേരെ. ചെവി തൊടേണ്ട ആവശ്യമില്ല, മറിച്ച് അതിന് നേരെ ഉയർത്തുക. വയളഅ യദൈഹി അല റുക്ബതൈൻ, എന്നിട്ട് എവിടെയാ കൈവെക്കേണ്ടത്? നമ്മുടെ മുട്ടിൽ കൈവെക്കുക.
നമ്മുടെ മുട്ടിൽ കൈ വെക്കുക. മുട്ടിൽ കൈ വെക്കുമ്പോൾ കൈ വിരലുകൾ ചേർത്താണോ വെക്കേണ്ടതല്ല വിടവ് നൽകിയിട്ടാണോ? വിടവോടുകൂടി വെക്കുക. മുഫറജതയിൽ അസാബിഅ, വിടവോടുകൂടിയാണ് നമ്മൾ കൈവെക്കേണ്ടത്. അതല്ലാതെ ഇങ്ങനെ ചേർത്തിട്ടല്ല. നമ്മുടെ മുട്ടിൽ കൈവെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മുട്ടിൽ ചേർത്തിട്ടല്ല വെക്കേണ്ടത്, മറിച്ച് ചെറിയ വിടവോടുകൂടി. അധികം വിടവുണ്ട, മറിച്ച് ചെറിയ വിടവോടുകൂടിയാണ് നമ്മൾ വെക്കേണ്ടത്. അതാണ് റുകൂഇന്റെ യഥാർത്ഥ രൂപം എന്ന് ഇമാം തഹാവി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം. റുകൂഇന്റെ യഥാർത്ഥ രൂപം അതാണ് എന്ന് ഇമാം തഹാവി റഹിമഹുല്ലാഹ് ആ വിഷയത്തിൽ ഇജ്മാ ഒക്കെ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കൈ ഉയർത്തുക, ഒന്നുകിൽ സുമലിന് നേരെ അല്ലെങ്കിൽ ചെവിക്ക് നേരെ. അതിനുശേഷം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് റുകൂഇലേക്ക് പോവുക. അതിനുശേഷം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് റുകൂഇലേക്ക് പോവുക. മനസ്സിലായോ? അപ്പോൾ നമ്മള് സൂറത്ത് ഓതി കഴിഞ്ഞതിന് ശേഷം കൈ ഉയർത്തി, ഒന്നുകിൽ സുമലിന് നേരെ അല്ലെങ്കിൽ ചെവിക്ക് നേരെ. അതിനുശേഷം അല്ലാഹു അക്ബർ എന്ന് പറയുന്നതോടൊപ്പം നമ്മുടെ മുട്ടിൽ കൈവയ്ക്കുക, മുട്ട് പിടിക്കുന്ന രൂപത്തിൽ മുട്ടിൽ കൈവയ്ക്കുക, വിരലുകൾ കുറച്ച് വിടവ് നൽകുക. അതുപോലെ തന്നെ നമ്മുടെ അളുദ്, അതായത് നമ്മുടെ ഈ ആംസ്, അത് ശരീരത്തിൽ തട്ടിവെക്കാൻ പാടില്ല. നമ്മൾ മുട്ട് പിടിക്കുന്ന സമയത്ത് നമ്മുടെ ഈ കൈയുടെ മസിലുള്ള ഭാഗം, ഈ ഭാഗം അതെന്ത് ചെയ്യണം? കുറച്ച് വിടർത്തി വെക്കണം. നമ്മുടെ ശരീരത്തോട് ചേർത്തല്ല വെക്കേണ്ടത്. നമ്മുടെ ശരീരത്തിനോട് ചേർത്തല്ല വെക്കേണ്ടത്. മുട്ടിൽ കൈവച്ചാൽ കുറച്ച് വിടവോടുകൂടി വെക്കുക. മനസ്സിലായോ? അതായത് നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ ഇങ്ങനെ വെക്കണം, ഇങ്ങനെ ചേർത്ത് കഴിയാൻ പാടില്ല. കുറച്ച് വിടവോടുകൂടി എന്ത് ചെയ്യുക? വെക്കുക. മനസ്സിലായോ? നമ്മുടെ രണ്ട് കൈകൾ വെക്കുന്ന സാഹചര്യത്തിൽ മുട്ടിൽ വെച്ചുകൊണ്ട് കൈയുടെ ഈ ആംസ് നമ്മൾ എന്ത് ചെയ്യുക? കുറച്ച് വിശാലതയോടുകൂടി വെക്കുക. ഇനി നമ്മൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ, ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ പ്രത്യേകിച്ച് അടുത്ത ആളുകൾ ഉണ്ടാകും. സ്വപ്പ് ചേർത്ത് നിൽക്കുന്ന സാഹചര്യമാണെങ്കിൽ അടുത്ത ആളുകൾ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ കൈവെക്കുമ്പോൾ മറ്റുള്ളവർക്ക് പ്രയാസമാവുമെങ്കിൽ എന്ത് ചെയ്യുക? കുറച്ച് ഒതുക്കി വെക്കുക. മറ്റുള്ളവർക്ക് പ്രയാസമാവുമെങ്കിൽ കുറച്ച് ഒതുക്കി വെക്കുക. ഇവിടെ ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാഹ് ഇതിനെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞു, മക്കയിൽ വെച്ചൊക്കെ നിസ്കരിക്കുമ്പോൾ അടുത്ത് ധാരാളം ആളുകൾ ഉണ്ടാകും. ഇനി അത് എവിടെയാണെങ്കിലും അടുത്ത ആളുകൾ നിസ്കരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ കൈവെക്കുമ്പോൾ അടുത്തുള്ളവർക്ക് പ്രയാസമുണ്ടാകരുത്. അടുത്തുള്ളവർക്ക് പ്രയാസമില്ല എങ്കിൽ എന്ത് ചെയ്യുക? നമ്മുടെ കൈകൾ വിടർത്തി വെക്കുക. ഇനി നമ്മൾ ഒറ്റക്കാണ് നിസ്കരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ നിസ്കരിക്കുന്നത് പോലെ വിശാലമായാണ് നിസ്കരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക? വിടർത്തി വെക്കുക, കുറച്ച് വിടർത്തി വെക്കുക. മനസ്സിലായോ? അതിന്റെ രൂപം നമ്മുടെ രണ്ട് കൈ ഉയർത്തി അത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് മുട്ട് പിടിക്കുക, വിരലുകൾ കുറച്ച് വിടർത്തുക. അതുപോലെ തന്നെ നമ്മുടെ കൈകളുടെ ഈ ഇതിനെന്താ പറയാ, കൈമുട്ടിന്റെ ഈ ഭാഗം, കൈമുട്ടല്ല, കുറച്ച് മുകളിലുള്ള ഭാഗം, അത് ശരീരത്തോട് ചേർത്താതെ കുറച്ച് വിടർത്തി വെക്കാൻ വേണ്ടി തയ്യാറാവുക. അതാണ് ഇതിന്റെ രൂപം. അതുപോലെ തന്നെ റുകൂഇൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ തലയും അതുപോലെ തന്നെ നടുഭാഗവും ഒക്കെ ഒരുപോലെയാകാൻ വേണ്ടി പരിശ്രമിക്കുക. തലയുടെ ഭാഗവും തലയുടെ പിൻഭാഗം അതുപോലെ തന്നെ നമ്മുടെ മുതുകൊക്കെ ഒരേപോലെ ആകാൻ വേണ്ടി പരിശ്രമിക്കുക. ചില ആളുകൾ റുകൂഇൽ പോകുമ്പോൾ തല മാത്രം വേറെ തന്നെ പൊന്തിച്ചു വെക്കും. കവിളുകൾ ദൂരത്ത് നിന്ന് ഇങ്ങനെ കാണുന്ന രൂപത്തിൽ തല മാത്രം സെപ്പറേറ്റ് പൊന്തിച്ചു വെക്കും. അത് ശരിയല്ല, മറിച്ച് ഒരേപോലെ വെക്കുക, ഒരേപോലെ വെക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവായിരുന്നു, ഇദാ റകഅ, അവിടുന്ന് റുകൂഅ് ചെയ്താൽ, ലം യുഷ്ഖിസ് റഅസ, അവിടുത്തെ തല അധികമായി ഉയർത്താറില്ല. ചില ആളുകൾ റുകൂഅ് പോയിട്ട് ഇങ്ങനെ തല ഉയർത്തുന്നത് കാണാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറില്ല. വലം യുസവ്വിബുഹു, അധികമായി താഴോട്ട് വെക്കാറില്ല. ചില ആളുകൾ അധികമായി താഴോട്ടേക്ക് നോക്കും, അതും ശരിയല്ല. വലാകിൻ ബൈന ദാലിക്, അതിന്റെ രണ്ടിന്റെയും ഇടയിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. അതിന്റെ രണ്ടിന്റെയും ഇടയിൽ റുകൂഇന്റെ രൂപം നമ്മൾ മനസ്സിലാക്കുക. മുട്ടിന് കൈവെക്കുക, വിരലുകൾ കുറച്ച് വിടർത്തി വെക്കുക, നമ്മുടെ തലയും മുതുകും ഒരേപോലെയാകുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക? നമ്മൾ നിൽക്കുക. തല അധികമായി താഴ്ത്താനോ ഉയർത്താനോ പാടില്ല. രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയല്ല. അബൂ ഹുമൈദ് അസ്സാഇദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഇദാ റകഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഅ് ചെയ്താൽ, അംകന യദൈ, രണ്ട് കൈകളും മുട്ടിൽ നന്നായി വെക്കും. കേവലം ഒന്ന് തൊട്ടുകൊടുക്കാനല്ല, മുട്ടിൽ നല്ല രൂപത്തിൽ പിടിക്കും. മിൻ റുക്ബതൈഹി സുമ്മ ഹസറ വഹറഹു, അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുതുകിന്റെ ഭാഗം നേരെയാക്കി വെക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതുകിന്റെ ഭാഗം നേരെയാക്കി വെക്കും. അതാണ് റുകൂഇന്റെ യഥാർത്ഥ രൂപം. റുകൂഇന്റെ യഥാർത്ഥ രൂപം ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം. ഫാത്തിഹ ഓതി
അതിനുശേഷം ഏതെങ്കിലും സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ 2 കൈയും ഉയർത്തുക, ഒന്നുകിൽ ഷോൾഡറിന് നേരെ അല്ലെങ്കിൽ ചെവിക്ക് നേരെ. അതിനുശേഷം നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് റുകൂഇലേക്ക് പോവുകയും അവിടെ മുട്ട് പിടിക്കുകയും ചെയ്യുക. മുട്ട് പിടിക്കുമ്പോൾ വിരലുകൾ കുറച്ച് വിടർത്തി വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ കൈത്തണ്ടിന്റെ ഈ ഭാഗങ്ങളൊക്കെ വിടർത്തി വെക്കുക. ശരീരത്തോട് ചേർത്തല്ല വെക്കേണ്ടത്, കുറച്ച് വിടർത്തി വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ മുതുകിന്റെ ഭാഗവും തലയുടെ ഭാഗവും നേരെയാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അധികം വളയാനോ തല മാത്രം ഉയർത്താനോ നിൽക്കരുത്. അത് രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയല്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ബാറക്കല്ലാഹു ഫീക്കും, റുകൂഇൽ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് തുമഅനീനത്ത് ഉണ്ടാവണം. അഥവാ റുകൂഇൽ സാവകാശത്തോടുകൂടി കുറച്ച് സമയം അടങ്ങി നിൽക്കണം. ചില ആളുകൾ ഖിയാമിൽ നിന്ന് റുകൂഇലേക്ക് പോകും, അപ്പോൾ തന്നെ ഇഅ്തിദാലിലേക്ക് വരും. പ്രത്യേകിച്ച് തറാവീഹ് നിസ്കാരങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലും കാണാം. അത് ശരിയല്ല. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നതായി കാണാം. മനസ്സിലാവുന്നില്ലേ? റഅ ഹുദൈഫതു റജുലൻ, ഹുദൈഫതു ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഒരു വ്യക്തിയെ കണ്ടു. ലാ യുതിമ്മു റുകൂഅഹു വലാ സുജൂദഹു, റുകൂഉം സുജൂദും സമയമെടുത്ത് നല്ല രൂപത്തിൽ അദ്ദേഹം ചെയ്യുന്നില്ല. ഫഖാല ലഹു, അദ്ദേഹത്തോട് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ സല്ലൈത്, നീ നിസ്കരിക്കാത്തവനെ പോലെയാണ്. അതുപോലെ തന്നെ ഇതേ സംഭവം ഇമാം നസായി കുറച്ചുകൂടി വിശദീകരിച്ചുദ്ധരിക്കുന്നു. റഅ ഹുദൈഫതു റജുലൻ യുസല്ലി ഫതഫഫ്, ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഒരു വ്യക്തിയെ കണ്ടു. തഫഫ എന്ന് പറഞ്ഞാൽ അദ്ദേഹം റുകൂഉം സുജൂദും ഒക്കെ വളരെ ചുരുക്കിയാണ് ചെയ്യുന്നത്. ഫഖാല ലഹു ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, മുൻദു കം തുസല്ലി ഹാദിഹി സ്സലാ, എത്ര കാലമായി നീ ഇങ്ങനെ നിസ്കരിക്കുന്നു? ഇങ്ങനെ പെട്ടെന്ന് അടുക്കമില്ലാതെ സാവകാശമില്ലാതെ എത്ര കാലമായി നിസ്കരിക്കുന്നു? ഖാല മുൻദു 40 സന, അദ്ദേഹം പറഞ്ഞു ഏകദേശം 40 വർഷമായി ഞാൻ ഇങ്ങനെയാണ് നിസ്കരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, റുകൂഇൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തുമഅനീനത്ത് ഉണ്ടാവണം. സാവകാശത്തോടുകൂടി ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരു ദിവസം റുകൂഉം സുജൂദും സാവകാശമില്ലാതെ ചെയ്യുന്ന ഒരു വ്യക്തിയെ കണ്ടപ്പോൾ ചോദിച്ചു, മുൻദു കം തുസല്ലി ഹാദിഹി സ്സലാ, ഇങ്ങനെ ഈ ഒരു രൂപത്തിൽ സാവകാശമില്ലാതെ എത്ര കാലമായി താങ്കൾ നിസ്കരിക്കുന്നു? അദ്ദേഹം പറഞ്ഞു, മുൻദു 40 സന, ഏകദേശം 40 വർഷമായി. അദ്ദേഹത്തോട് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വലൗ മുത്ത വഅൻത തുസല്ലി ഹാദിഹി സ്സലാ ലമുത്ത അലാ ഗൈരിൽ ഫിത്ര, താങ്കൾ ഈ ഒരു നിസ്കരിക്കുന്നതിനിടയിലാണ് താങ്കൾ മരിക്കുന്നതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലല്ല താങ്കൾ മരണപ്പെടുന്നത് എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, നിസ്കാരവേളയിൽ നല്ല ശ്രദ്ധയോടുകൂടി നിസ്കരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. ഇവിടെ നിസ്കാരത്തിന്റെ ഓരോരോ കാര്യം നമ്മളിങ്ങനെ പഠിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുണ്ട്, സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. നമ്മൾ ഈ ഒരു ചിന്താഗതിയിൽ, പ്രവാചകനെ എനിക്ക് പൂർണ്ണമായി പിൻപറ്റണമെന്ന ചിന്താഗതിയിലാണ് നമ്മൾ നിസ്കരിക്കുന്നതെങ്കിൽ നമ്മൾ മുട്ടിൽ റുകൂഇൽ കൈവെക്കുന്നതിന് പോലും നമുക്ക് പ്രതിഫലമാണ്. നമ്മൾ പൊതുവെ ഇങ്ങനെ നിസ്കരിക്കാൻ വരുന്നു, ഇങ്ങനെ നിസ്കരിക്കുന്നു, കൈ എവിടെ വെക്കുന്നുണ്ട് എപ്പോഴും വെക്കുന്നത് പോലെ പ്രത്യേകിച്ചൊരു ചിന്തയൊന്നുമില്ല. നേരെ മറിച്ച് മുട്ടിൽ കൈവെക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് കുറച്ച് വിടർത്തി വെക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ മുതുക് വെക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതുകും തലയും നേരെ വെക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ എത്രയേറെ പ്രതിഫലം നമുക്ക് ലഭിക്കും. അങ്ങനെയുള്ള ചിന്താഗതികൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പഠിക്കുന്നത്. നമ്മളിങ്ങനെ പഠിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം അതാണ്. നമ്മളിങ്ങനെ പഠിക്കുന്നതിലൂടെ നമ്മുടെ നിസ്കാരത്തിലൂടെ കൂടുതൽ പ്രതിഫലം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ അമലിൽ കൊണ്ടുവരിക. പഠിക്കുന്ന കാര്യങ്ങൾ നിർബന്ധമായും അമലിൽ കൊണ്ടുവരിക. അങ്ങനെ റുകൂഇലേക്ക് നമ്മൾ ചെന്നാൽ അവിടെ എന്ത് ചെയ്യണം? ദിക്ർ പറയണം. വയഖൂലു സുബ്ഹാന റബ്ബിയൽ അളീം റവാഹു അഹ്മദ് വഅബൂ ദാവൂദ് യുകദ്ദിറുഹാ 3 മറات. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, റുകൂഇലെത്തിയാൽ സുബ്ഹാന റബ്ബിയൽ അളീം എന്ന് പറയണം. സുബ്ഹാന റബ്ബിയൽ അളീം എന്ന് പറയണം. റുകൂഇൽ വന്നിരിക്കുന്ന ഒരു ദിക്ർ അതാണ്. എന്താണ് സുബ്ഹാന എന്ന് പറഞ്ഞാൽ അർത്ഥം? സുബ്ഹാന എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇമാം അസ്ഹരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഹ്ദീബുൽ ലുഗ എന്ന ഗ്രന്ഥത്തിൽ മുൻഗാമികളിൽ നിന്ന് ഉദ്ധരിക്കുന്നതായി കാണാം, ജിമാഉ മഅനാഹു, അതിന്റെ മൊത്തത്തിലുള്ള അർത്ഥം ബുഅ്ദുഹു തബാറക വതആല അൻ അൻ യകൂന ലഹു ശരീകുൻ ഔ ളിദ്ദുൻ ഔ നിദ്. അല്ലാഹു സുബ്ഹാനഹു വതആലക്ക്
പങ്കാളികളുമായോ അല്ലെങ്കിൽ തുല്യനായോ ആരും തന്നെ ഇല്ല എന്ന് അടിമ സാക്ഷ്യം വഹിക്കുകയാണ്. സുബ്ഹാൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ നീ പരിശുദ്ധനാണ്, നിനക്ക് പങ്കുകാരില്ല, നിനക്ക് തുല്യനായി ആരുമില്ല, നീ ഏകനാണ്. സുബ്ഹാൻ, അതാണ് അതിന്റെ അർത്ഥം. സുബ്ഹാന റബ്ബി, എന്റെ റബ്ബേ നീ ഏകനാണ്, നീ പരിശുദ്ധനാണ്, നിനക്ക് പങ്കുകാരായി ആരുമില്ല. അല്ല, അതുപോലെ തന്നെ അതിനെ വിശദീകരിക്കുമ്പോൾ ഇമാം ഇബ്നു ജരീർ റഹിമഹുള്ള പറഞ്ഞു, അത്തൻസീഹു ലഹു മിൻ ഇളാഫതി മാ ലൈസ മിൻ സിഫാതിഹി വത്തബ്രിഅതു മിൻ ദാലിക്. അല്ലാഹുവിന് ചേരാത്ത എല്ലാ കാര്യങ്ങളെ തൊട്ടും അല്ലാഹുവിനെ പരിശുദ്ധനാക്കുക. അപ്പോൾ നമ്മൾ റുകൂഇൽ സുബ്ഹാന റബ്ബിയ എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ നീ പരിശുദ്ധനാണ്, നിനക്ക് പങ്കുകാരില്ല, നിനക്ക് മോശമായ ഒരു ഗുണങ്ങളുമില്ല, നീ എല്ലാം കൊണ്ടും പരിപൂർണനാണ്. സുബ്ഹാന റബ്ബി അൽ അളീം, അല്ലാഹുവേ നീ അളീമാണ്, അല്ലാഹുവേ നീ അളീമാണ്. അളീം എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ നാസർ അസ്സഅദി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തൈസീറുൽ കരീം എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു, അൽ ജാമിഉ ലിജമീഇ സിഫാതിൽ അളമതി വൽ കിബ്രിയാഇ വൽ മജ്ദി വൽ ബഹാ. അൽ ജാമിഉ, അളീം എന്ന് പറഞ്ഞാൽ എല്ലാവിധ അളമത്തിന്റെയും ഉടമസ്ഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്, എല്ലാ മഹത്വത്തിന്റെയും ഉടമസ്ഥൻ അല്ലാഹുവാണ്, എല്ലാ അഹങ്കാരത്തിന്റെയും ഉടമസ്ഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്, അഹങ്കരിക്കാനുള്ള അർഹത അവന് മാത്രമാണ്. വൽ മജ്ദ്, എല്ലാവിധ ഔന്നത്യത്തിന്റെയും ഉടമസ്ഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതാണ് അളീം എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ സുബ്ഹാന റബ്ബിയൽ അളീം എന്ന് പറയുമ്പോൾ എന്തൊക്കെ ചിന്താഗതി വരണം? അല്ലാഹുവേ നീ മഹത്വമുള്ളവനാണ്, ഏറ്റവും മഹത്വമുള്ളവൻ നീയാണ്, നിന്നേക്കാളും മഹത്വമുള്ള ഒരാളുമില്ല, നീ പരിശുദ്ധനാണ്, നിനക്ക് മോശമായ ഒരു ഗുണങ്ങളുമില്ല, എല്ലാം കൊണ്ടും നീ പൂർണ്ണനാണ്. അതാണ് സുബ്ഹാന റബ്ബിയൽ അളീം എന്നതിന്റെ ഒരു ആശയം. അത് നമ്മൾ എന്ത് ചെയ്യണം? റുകൂഇൽ പറയണം. അതാണ് റുകൂഇൽ വന്നിരിക്കുന്ന ഒന്നാമത്തെ പ്രാർത്ഥന. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യുകദ്ദിറുഹാ സലാസ മററാത്ത്, അത് 3 തവണ പറയണം. അത് 3 തവണ പറയണമെന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുള്ള പറഞ്ഞു. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബറകല്ലാഹു ഫീക്കും, റുകൂഇൽ അദ്കാറുകൾ 3 തവണ പറയണം എന്ന വിഷയത്തിൽ വന്നിരിക്കുന്ന ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ റകഅ അഹദുകും, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും റുകൂഅ് ചെയ്താൽ, ഫൽയഖുൽ സലാസ മററാത്ത്, അവൻ 3 തവണ പറയണം, സുബ്ഹാന റബ്ബിയൽ അളീം വദാലിക അദ്നാഹ്, അതാണ് ഏറ്റവും ചുരുങ്ങിയത്. വഇദാ സജദ്, സുജൂദ് ചെയ്താൽ, ഫൽയഖുൽ, അവൻ പറയണം, സുബ്ഹാന റബ്ബിയൽ അഅല സലാസൻ, 3 തവണ പറയണം, വദാലിക അദ്നാഹ്, അതാണ് ഏറ്റവും ചുരുങ്ങിയത്. ഇതാണ് ഹദീസ്. ഇമാം അബൂദാവൂദും തിർമിദിയും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഈ ഹദീസ് സഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിൽ നിന്ന് ഈ 2 കിതാബുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് ഔൻ ഇബ്നു അബ്ദില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഔൻ ഇബ്നു അബ്ദില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെ കണ്ടുമുട്ടിയിട്ടില്ല എന്ന് ഇമാം തിർമിദിയും അബൂദാവൂദും വിശദീകരിക്കുന്നതായി നമുക്ക് കാണാം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിക്കുന്ന ഔൻ ഇബ്നു അബ്ദില്ല അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് ദുർബലമാണ്. സമീപകാലം ജീവിച്ച ഷെയ്ഖ് മുഹമ്മദ് അലി ആദം അൽ എത്യോബി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ ബഹ്റുൽ മുഹീത്ത് എന്ന ഗ്രന്ഥത്തിൽ ഈ കാര്യം വിശദീകരിക്കുന്നതായി നമുക്ക് കാണാം. അദ്ദേഹം പറയുന്നു, റുകൂഇലും സുജൂദിലും 3 തവണയാണ് ദിക്ർ എന്ന് വന്നിരിക്കുന്ന ഹദീസ് ദുർബലമാണ്. റുകൂഇലും സുജൂദിലും 3 തവണയാണ് ദിക്റുകൾ ചെല്ലേണ്ടത് എന്ന ഹദീസ് ദുർബലമാണ്. മറിച്ച് എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഒരു വ്യക്തി ചെയ്യേണ്ടത് എന്താണ്? എത്രത്തോളം ദിക്റുകൾ ചെല്ലാൻ സാധിക്കുന്നു അത്രത്തോളം ദിക്റുകൾ ചെല്ലുക. എത്ര ദിക്റുകൾ ചെല്ലാൻ പറ്റുമോ അത്ര ദിക്റുകൾ ചെല്ലുക. അതല്ലാതെ ഏറ്റവും ചുരുങ്ങിയത് 3 അധികരിപ്പിച്ചാൽ ഇത്ര എന്ന് വന്നിരിക്കുന്ന ഹദീസുകൾ ദുർബലമാണ്. അതാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ അഭിപ്രായം. ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഷെയ്ഖ് സാലിഹ് ഇബ്നു അബ്ദില്ല ഇബ്നു ഹമദ് അൽ ഉസൈമി ഹഫിളഹുള്ളയും ആ ഒരു അഭിപ്രായമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. റുകൂഇലും സുജൂദിലും 3 തവണയാണെന്ന് പറയുന്ന ഹദീസുകൾ ദുർബലമാണെന്നുള്ള അഭിപ്രായമാണ് ഈ പറഞ്ഞിരിക്കുന്ന പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് റുകൂഇൽ 3 തവണ സുബ്ഹാന റബ്ബിയൽ അളീം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. മറിച്ച് സുബ്ഹാന റബ്ബിയൽ അളീം എന്ന് നമ്മൾ പറയുക. സുബ്ഹാന റബ്ബിയൽ അളീം എന്ന് നമ്മൾ പറയുക. അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ബറകല്ലാഹു ഫീക്കും, ചില ആളുകൾ സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന് പറയാറുണ്ട്. സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന് പറയാറുണ്ട്. സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന് വന്നിരിക്കുന്ന ഹദീസുകൾ ദുർബലമാണ്. വബിഹംദിഹി എന്ന അധികമായ ആ ഒരു വാക്ക് വന്നിരിക്കുന്ന ഹദീസുകൾ ദുർബലമാണ്. അതുകൊണ്ട് റുകൂഇൽ നമുക്ക് എത്രയാണോ സമയം ലഭിക്കുന്നത് അത്ര നമ്മൾ ദിക്റുകൾ അധികരിപ്പിക്കുക. സുബ്ഹാന റബ്ബിയൽ അളീം എന്നുള്ളത് അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക.
അതുപോലെ തന്നെ റുകൂഇൽ വന്നിരിക്കുന്ന രണ്ടാമത്തെ ദിക്റാണ് ശൈഖ് ഇവിടെ പറഞ്ഞു വയഖൂലു അയ്ളൻ സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മഗ്ഫിർലി റവാഹുൽ ബുഖാരി. ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു റവാഹുൽ ബുഖാരി. ഈ ഹദീസ് ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ചതാണ്. അതുകൊണ്ട് മുത്തഫഖുൻ അലൈഹി എന്ന് പറയാനാണ് ഏറ്റവും നല്ലത് എന്ന് ശൈഖ് സാലിഹ് അൽ ഉസൈമി അതിന്റെ വിശദീകരണത്തിൽ പറഞ്ഞു. അപ്പോൾ റുകൂഇൽ ഒന്നാമത്തെ ദിക്ർ ഏതാ? സുബ്ഹാന റബ്ബിയൽ അളീം. രണ്ടാമത്തേത് സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി. എന്താണ് അതിന്റെ അർത്ഥം? സുബ്ഹാനകല്ലാഹുമ്മ അതിനർത്ഥം നമ്മൾ പറഞ്ഞു, അല്ലാഹുവേ നീ പരിശുദ്ധനാണ്, നിനക്ക് പങ്കുകാരോ അല്ലെങ്കിൽ നിനക്ക് തുല്യനായോ ആരുമില്ല. വബിഹംദിക അല്ലാഹുവേ നിനക്ക് വേണ്ടി ഈ തൻസീഹൊക്കെ എനിക്ക് പറയാൻ സാധിക്കുന്നത് നിന്റെ തൗഫീഖ് കൊണ്ട് മാത്രമാണ്. നിന്റെ തൗഫീഖ് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്തരത്തിൽ അദ്കാറുകൾ പറയാൻ സാധിക്കുന്നത്. അതല്ലാതെ ലാ ബിഹൗലി വലാ ബിഖുവതി എനിക്ക് സ്വന്തമായിട്ട് ഇത് ചെയ്യാനോ പറയാനോ കഴിവില്ല. നീ കഴിവ് തന്നതുകൊണ്ട് മാത്രമാണ് റബ്ബേ ഞാനിത് പറയുന്നത്. സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക നിന്റെ ഹംദ് കൊണ്ട് നിന്റെ കഴിവ് കൊണ്ടാണ് അല്ലാഹുവേ ഞാനിത് പറയുന്നത്. അല്ലാഹുമ്മ ഗ്ഫിർലി എനിക്ക് എന്റെ പാപങ്ങളൊക്കെ നീ മാപ്പാക്കി തരണം, എനിക്ക് എന്റെ പാപങ്ങളൊക്കെ നീ മാപ്പാക്കി തരണം. ഇതാണ് രണ്ടാമത്തെ ഒരു ദിക്ർ. വയഖൂലു അയ്ളൻ അതുപോലെ വന്നിരിക്കുന്ന മറ്റൊരു ദിക്റാണ് സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്. സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്. ഇതും റുകൂഇൽ സ്ഥിരപ്പെട്ടിരിക്കുന്ന പ്രാർത്ഥനയാണ്. ഇതും റുകൂഇൽ സ്ഥിരപ്പെട്ടിരിക്കുന്ന പ്രാർത്ഥനയാണ്. സഹീഹ് മുസ്ലിമിൽ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് വന്നിരിക്കുന്ന ഹദീസാണ്. സഹീഹ് മുസ്ലിമിൽ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് വന്നിരിക്കുന്ന ഹദീസാണ്. എന്താണ് സുബ്ബൂഹ് എന്ന് പറഞ്ഞാൽ? സുബ്ബൂഹ് എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു പേരാണ്, അള്ളാഹുവിന്റെ അസ്മാഇകളിൽ പെട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സുബ്ബൂഹാണ്. ഇമാം ഇബ്നു മന്ദ അള്ളാഹുവിന്റെ പേരുകളുടെ കൂട്ടത്തിൽ അതിനെ എണ്ണിയതായി നമുക്ക് കാണാം. സുബ്ബൂഹ് എന്ന് പറഞ്ഞാൽ അല്ലദീ യുസബ്ബിഹുഹു വയുനസ്സിഹുഹു കുല്ലു ഷൈഇൻ ഫിസ് സമാവാതി വൽ അർദ്. എല്ലാം പരിശുദ്ധിപ്പെടുത്തുന്നവൻ, എല്ലാ വസ്തുക്കളും ആകാശഭൂമിയിലുള്ളതൊക്കെ പരിശുദ്ധിപ്പെടുത്തുന്നവൻ. ആരാണവൻ? അല്ലാഹു സുബ്ഹാനഹു വ തആല. സുബ്ബൂഹ് എന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുക്കളും പരിശുദ്ധിപ്പെടുത്തുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ ഒരു ആശയമാണ് സുബ്ബൂഹ് എന്ന വാക്ക്. അതായത് എല്ലാവരാലും പരിശുദ്ധമാക്കപ്പെടുന്നവൻ സുബ്ബൂഹാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുപോലെ തന്നെ ഖുദ്ദൂസുൻ ഖുദ്ദൂസ് എന്ന് പറഞ്ഞാൽ ഇമാം ഇബ്നു ജരീർ അത്വബരി റഹിമഹുല്ലാഹ് പറഞ്ഞു അത്തഖ്ദീസ് ഹുവ തത്ഹീർ. തഖ്ദീസ് എന്ന് പറഞ്ഞാൽ ശുദ്ധിയാക്കുക എന്ന അർത്ഥം തന്നെയാണ്. ഇമാം നവവി പറഞ്ഞു അൽ മുതഹ്ഹറു മിൻ കുല്ലി മാ ലാ യലീഖു ബിൽ ഖാലിഖ്. അല്ലാഹുവിന് ചേരാത്ത എല്ലാ കാര്യങ്ങളിലും നിന്നും ശുദ്ധനായവൻ. അപ്പോൾ സുബ്ബൂഹ് ഖുദ്ദൂസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം പരിശുദ്ധനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം പരിശുദ്ധനാണ്. എല്ലാ ജീവജാലങ്ങളും അല്ലാഹുവിന്റെ പരിശുദ്ധിയെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എല്ലാ ജീവജാലങ്ങളും അല്ലാഹുവിന്റെ പരിശുദ്ധിയെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. റബ്ബുൽ മലായികതി വറൂഹ്. റൂഹിന്റെയും മലക്കുകളുടെയും റബ്ബാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. റൂഹുകളുടെയും മലക്കുകളുടെയും ഉടമസ്ഥൻ, അതിനെ പരിപാലിക്കുന്നവൻ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇതാണ് അതിന്റെ അർത്ഥം. ഇവിടെ ഇമാം നവവി റഹിമഹുല്ലാഹ് സഹീഹ് മുസ്ലിമിന്റെ ശർഹിൽ പറഞ്ഞു ഇത് രണ്ട് രൂപത്തിൽ നമുക്ക് വായിക്കാം. ഒന്നുകിൽ സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ എന്ന് വായിക്കാം, അല്ലെങ്കിൽ സബ്ബൂഹുൻ ഖദ്ദൂസുൻ എന്ന് വായിക്കാം. ഒന്നുകിൽ സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ് എന്ന് വായിക്കാം, അല്ലെങ്കിൽ സബ്ബൂഹുൻ ഖദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ് എന്ന് വായിക്കാമെന്ന് ഇമാം നവവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സഹീഹ് മുസ്ലിമിന്റെ ശർഹിൽ പറയുന്നു. അതിനോടൊപ്പം അദ്ദേഹം പറഞ്ഞു അദ്ദമ്മു അഫ്സഹ്. സുബ്ബൂഹുൻ ഖുദ്ദൂസ് എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ഏറ്റവും നല്ലത് സുബ്ബൂഹുൻ ഖുദ്ദൂസ് എന്നുള്ളതാണ്. ഇനി ഒരു വ്യക്തി സബ്ബൂഹുൻ ഖദ്ദൂസുൻ എന്ന് പറയുകയാണെങ്കിൽ അതും അനുവദനീയമാണ്. അപ്പോൾ മൂന്ന് ദിക്ർ നമ്മൾ പറഞ്ഞു. സുബ്ഹാന റബ്ബിയൽ അസീം, സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി, സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ അല്ലെങ്കിൽ സബ്ബൂഹുൻ ഖദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്. അതുപോലെ തന്നെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുള്ള ദിക്ർ അല്ലാഹുമ്മ ലക റകഅതു വബിക ആമൻതു വലക അസ്ലംതു ഖശഅ ലക സമഇ വബസരി വമുഖി വഅൽമി വഅസബി. ഇതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഇൽ പറയാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ലക റകഅതു വബിക ആമൻതു വലക അസ്ലംതു
ഖശഅ ലക സമഇ വബസരി വമുഖി വഅൽമി വഅസബി എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ റുകൂഇൽ പറയാറുള്ളതായി ഇമാം മുസ്ലിം റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ 4 ദിക്റുകളാണ് നമ്മൾ പറഞ്ഞത്. ഈ ദിക്റുകൾ എന്ത് ചെയ്യുക? നമ്മൾ പഠിക്കുക. ഈ ദിക്റുകൾ നാം പഠിക്കുക, നമ്മുടെ ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരുവാനും നാം പരിശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരുവാനും നാം പരിശ്രമിക്കുക. എന്നിട്ട് ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറഞ്ഞു, വയുക്സിറു മിൻ തഅളീമില്ലാഹി സുബ്ഹാനഹു വതആല ഫീ ഹാലി റുകൂഅ്. റുകൂഇൽ അല്ലാഹു നമ്മോട് കൽപ്പിച്ച കാര്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സഹീഹ് മുസ്ലിമിൽ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാം, ഫഅമ്മ റുകൂഅ്, റുകൂഇൽ ഫഅദ്ദിമു ഫീഹി റബ്ബ്, നിങ്ങൾ അല്ലാഹുവിനെ മഹത്വപ്പെടുത്തുക. റുകൂഇൽ നമ്മോട് അല്ലാഹു പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ പ്രവാചകന് കൽപ്പിച്ചത് എന്താണ്? അല്ലാഹുവിനെ മഹത്വപ്പെടുത്തുക. അതിനുള്ള ദിക്റുകൾ നമ്മൾ പറയുക. സുബ്ഹാന റബ്ബിയൽ അളീം, സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അല്ലാഹുമ്മ ഇഗ്ഫിർലി, സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വർ-റൂഹ്, അല്ലാഹുമ്മ ലക അസ്ലംതു വബിക ആമൻതു വലക അസ്ലംതു, അല്ലാഹുമ്മ ലക റകഅതു വബിക ആമൻതു വലക അസ്ലംതു, ഖശഅ ലക സമഇ വബസരി വമുഖി വഅളമി വഅസബി എന്ന ദിക്ർ നമ്മൾ പറയുക. ഇങ്ങനെ അല്ലാഹുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതാണ് റുകൂഇൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ കഴിഞ്ഞ തവണ അദ്ഇയത്തുൽ ഇസ്തിഫ്താഹിൽ പ്രാരംഭ പ്രാർത്ഥനയുടെ വ്യത്യസ്ത രൂപങ്ങൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, അതിൽ ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യുക? പറയുക. അദ്ഇയത്തുൽ ഇസ്തിഫ്താഹിൽ പ്രാരംഭ പ്രാർത്ഥനയിൽ ഏതെങ്കിലും ഒന്നാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ പറയേണ്ടത്. ഒരു നിസ്കാരത്തിൽ ഒന്നിലധികം പ്രാരംഭ പ്രാർത്ഥന പറയാൻ പറ്റുമോ? ഇല്ല, ഒന്ന് മാത്രമേ നമ്മൾ പറയേണ്ടതുള്ളൂ. നമ്മൾ പറഞ്ഞിരുന്നു. ഇനി റുകൂഇൽ നമ്മൾ 4 ദിക്റുകൾ പറഞ്ഞു. ഇവിടെ എന്താണ് സുന്നത്ത്? ഇമാം നവവി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ അദ്കാരിൽ പറയുന്നു, അൽ അഫ്ളൽ, ഏറ്റവും മഹത്വം, അൻ യജ്മഅ ബൈന ഹാദിഹിൽ അദ്കാരി കുല്ലിഹാ ഇൻ തമക്കന മിൻ ദാലിക്, സാധിക്കുമെങ്കിൽ ഈ അദ്കാറുകളൊക്കെ റുകൂഇൽ പറയുക എന്നുള്ളതാണ്. റുകൂഇൽ നമുക്ക് സാധിക്കുമെങ്കിൽ ഈ ദിക്റുകളൊക്കെ പറയണം. സുബ്ഹാന റബ്ബിയൽ അളീം, സുബ്ഹാന റബ്ബിയൽ അളീം, സുബ്ഹാന റബ്ബിയൽ അളീം, സുബ്ഹാന റബ്ബിയൽ അളീം. പിന്നീട് സമയമുണ്ട്, ഇമാം എഴുന്നേറ്റിട്ടില്ല. സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വർ-റൂഹ്, അല്ലാഹുമ്മ ലക റകഅതു വബിക ആമൻതു വലക അസ്ലംതു, ഖശഅ ലക സമഇ വബസരി വമുഖി വഅൽമി വഅസബി. ആ ദിക്ർ പറയാം. അങ്ങനെ നമ്മൾ ദിക്ർ പറഞ്ഞുകൊണ്ടേയിരിക്കണം. റുകൂഇൽ അനങ്ങാതിരിക്കാൻ പാടില്ല. റുകൂഇൽ അനങ്ങാതിരിക്കാൻ പാടില്ല. ഇങ്ങനെ ദിക്റുകൾ അധികമായി പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഒന്നിലധികം ദിക്റുകൾ ചെല്ലുക എന്നുള്ളതാണ് റുകൂഇൽ ഏറ്റവും നല്ലത്. ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറഞ്ഞു, അൽ ഇസ്തിഫ്താഹാത്തുൽ വാരിദതു ലാ തുഖാലു ജമീഅൻ, പ്രാരംഭ പ്രാർത്ഥനകൾ ഒന്നിലധികം നിസ്കാരത്തിൽ പറയാൻ പാടില്ല. ഇന്നമാ യുഖാലു ബഅദുഹാ അഹ്യാനൻ വബഅദുഹാ അഹ്യാനൻ, ഓരോന്നായി ഓരോരോ നിസ്കാരങ്ങളിൽ പറയുക. വലാകിന്ന അദ്കാർ റുകൂഅ്, റുകൂഇലുള്ള അദ്കാറുകൾ അൽ മഅറൂഫ് ഇൻദ ആമത്തിൽ ഉലമാ അന്നഹാ തുസ്കറു ജമീഅൻ, റുകൂഇലുള്ള അദ്കാറുകൾ ഏതെങ്കിലും ഒന്ന് പറഞ്ഞു നിർത്തേണ്ടതല്ല, മറിച്ച് നമുക്ക് എത്രത്തോളം അത് അധികരിപ്പിക്കാൻ വേണ്ടി സാധിക്കുമോ അത്രത്തോളം അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക, അത്രത്തോളം അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അതാണ് റുകൂഇൽ നാം ചെയ്യേണ്ട കാര്യം. അതാണ് റുകൂഇൽ നാം ചെയ്യേണ്ട കാര്യം. മനസ്സിലായോ? അപ്പോൾ റുകൂഇലുള്ള അദ്കാറുകൾ നമ്മൾ പഠിക്കുക. ഞാൻ കഴിഞ്ഞ ദർസിൽ പറഞ്ഞതുപോലെ അദ്കാറുകൾ പറയുമ്പോൾ വ്യക്തതയോടുകൂടി നമ്മൾ പറയും. സുബ്ഹാന റബ്ബിയൽ അഅല, സുബ്ഹാന റബ്ബിയൽ അളീം എന്ന് പറയരുത്, മറിച്ച് സുബ്ഹാന റബ്ബിയൽ അളീം, അല്ലാഹുവിന്റെ മഹത്വം നമ്മുടെ മനസ്സിൽ വരുന്ന രൂപത്തിൽ നമ്മൾ പറയണം. സുബ്ഹാന റബ്ബിയൽ അളീം, സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഇഗ്ഫിർലി. ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ബോധത്തോടുകൂടി വ്യക്തമായി നമ്മൾ പറയാൻ വേണ്ടി പരിശ്രമിച്ചാൽ നമ്മുടെ നിസ്കാരത്തിൽ അതിന്റെ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്, ചില കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടേയിരുന്നാലേ മാറുകയുള്ളൂ. ചില വാതിലുകൾ ഒരു തവണ മുട്ടിയാൽ തുറക്കും, ചില വാതിലുകൾ കുറെ തവണ മുട്ടേണ്ടി വരും. അപ്പൊ വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ ആവർത്തിക്കുന്നതിന്റെ ഉദ്ദേശം നമ്മുടെ നിസ്കാരത്തിൽ അതിന്റെ മാറ്റം ഉണ്ടാവണം. അതല്ലാതെ ഇവിടെ ദിക്ർ പഠിക്കുന്നു, നമ്മുടെ നിസ്കാരത്തിൽ ഒരു മാറ്റവും ഇല്ലെങ്കിൽ നമ്മൾ എന്തിനാ ഇതൊക്കെ പഠിക്കുന്നത്? കാര്യമില്ല. അതുകൊണ്ട് ഈ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരണം. ഇന്ന് ഇശാ നിസ്കരിക്കുമ്പോൾ റുകൂഇൽ ദിക്ർ പറയുമ്പോൾ സുബ്ഹാന റബ്ബിയൽ അളീം, അതിന്റെ അർത്ഥം നമ്മുടെ മനസ്സിൽ വരിക. ഫാത്തിഹ ഓതുമ്പോൾ അതിന്റെ ആശയം നമ്മുടെ മനസ്സിൽ വരിക. അങ്ങനെ നിസ്കാരത്തിൽ കഴിവിന്റെ പരമാവധി ചിന്ത കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കണം. ഒരുപക്ഷെ ഇവിടെയുള്ളവരോട് ഞാൻ ചോദിച്ചാൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ഞാനടക്കം നിസ്കാരത്തിൽ പൂർണ്ണമായി അള്ളാഹുവിനെ മാത്രം ശ്രദ്ധിച്ച് അല്ലെങ്കിൽ നിസ്കാരത്തെ മാത്രം ശ്രദ്ധിച്ച് നിസ്കരിക്കുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? വളരെ കുറവാണ്. നമ്മൾ നിസ്കരിക്കുമ്പോഴാണ് പല ചിന്തകളും നമ്മുടെ മനസ്സിൽ വരുന്നത്. അതിന് ഏറ്റവും വലിയ കാരണം നിസ്കാരത്തിന്റെ ലുബ്ബ്, അതിന്റെ റൂഹ് നമ്മുടെ മനസ്സിലില്ല. നിസ്കാരത്തിന്റെ ആ ഒരു റൂഹ് നമ്മുടെ മനസ്സിലില്ലാത്തത് കൊണ്ടാണ്. നമ്മുടെ മനസ്സിൽ ഗഫ്ലത്താണ്, അശ്രദ്ധയാണ്. പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുകയാണ്, പല വിഷയങ്ങളെ കുറിച്ച് ഓർക്കുകയാണ്. അതിനുള്ള സമയമല്ല നിസ്കാരം.
നിസ്കാരം ഒരു 5 മിനിറ്റാണ് നമ്മൾ നിസ്കരിക്കുന്നത്, അല്ലെങ്കിൽ 10 മിനിറ്റ്. ആ സമയത്ത് കഴിവിന്റെ പരമാവധി നമ്മുടെ ശ്രദ്ധ അള്ളാഹുവിലേക്ക് കേന്ദ്രീകരിക്കാൻ, നിസ്കാരത്തിലേക്ക് കേന്ദ്രീകരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അഥവാ പിശാച് വല്ല രൂപത്തിൽ വരികയാണെങ്കിൽ അതിനെ ഒഴിവാക്കുക, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറയുക, പിശാചിനെ ആട്ടി ഓടിക്കുക. വീണ്ടും നമ്മൾ നിസ്കാരത്തിൽ ശ്രദ്ധ കൊണ്ടുവരിക. വീണ്ടും ശ്രദ്ധ തെറ്റുമ്പോൾ വീണ്ടും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറയുക. ഇങ്ങനെ നമ്മൾ നഫ്സിനോട് മുജാഹദ നടത്തണം. സാബിത്ത് അൽ ബുനാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം പറയുന്നു, ജാഹദ്തു നഫ്സി 20 സന, 20 വർഷത്തോളം എന്റെ നഫ്സിനോട് ഞാൻ മുജാഹദ നടത്തി, അതിനോട് ഞാൻ പോരാടി. അതിനുശേഷമുള്ള 20 വർഷം നിസ്കാരത്തിന്റെ മാധുര്യം ആസ്വദിക്കാൻ എനിക്ക് സാധിച്ചു. നമുക്ക് എത്ര ആൾക്ക് പറയാൻ പറ്റും നിസ്കാരത്തിന്റെ മാധുര്യം എനിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന്? നമ്മുടെ മനസ്സിൽ എന്തുകൊണ്ടാണ് നിസ്കാരത്തിന് ഒരു ഭാരം? നിസ്കരിക്കാൻ വേണ്ടി പറയുമ്പോൾ പോകാം, ഇപ്പൊ പോകാം ഇൻഷാ അല്ലാഹ്, എന്തെങ്കിലും ചെറിയ പണിയിലൊക്കെ ആണെങ്കിൽ അത് തീർത്തിട്ട് പോകാം. ഈ പറയുന്ന ഞാനടക്കം അത് തീർത്തിട്ട് പോകാം. ഫോണിൽ ഒരു കാര്യം നോക്കായിരിക്കും. നമ്മളോട് ഒരാൾ പറയാണ്, ഒരു ഉദാഹരണം മാത്രം, ഒരാൾ പറയാണ്, നമ്മൾ ഫോൺ ഉപയോഗിച്ച് എന്തെങ്കിലും ഒരാൾക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ ഒരാൾ വന്നിട്ട് പറയാണ്, ഇപ്പോൾ അവിടെ പോയാൽ നിനക്ക് 1 ലക്ഷം രൂപ കിട്ടും. ഫോൺ അവിടെ ഇട്ട് ഓടും. കാരണം ദുനിയാവിന്റെ വിഷയത്തിൽ അത്രയും അധികം ആളുകളുടെ മനസ്സിൽ ഇഷ്ടം കയറിയിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിസ്കാര സാഹചര്യങ്ങളിൽ അള്ളാഹുവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിവിന്റെ പരമാവധി നമ്മൾ പരിശ്രമിക്കണം. അത് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല. അതിന് നമ്മൾ കുറേ സബർ ചെയ്യണം, കുറേ പരിശ്രമിക്കണം, കുറേ പരിശ്രമിക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് ഇശാ നിസ്കാരം മുതൽ അതിനുള്ള ഒരു പരിശ്രമം നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കുക. നിസ്കാരത്തിൽ കഴിവിന്റെ പരമാവധി ശ്രദ്ധ കൊണ്ടുവരിക, മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക. നിസ്കാരത്തിൽ അതും ഇതിൽ ചിന്തിക്കാതിരിക്കുക. ഞാൻ ഈ പറഞ്ഞതുപോലെ ചിന്ത വരുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറയുക. അങ്ങനെ നിസ്കാരത്തിൽ കഴിവിന്റെ പരമാവധി ശ്രദ്ധ കൊടുക്കുക. ഇനി ഇവിടെ ചില കാര്യങ്ങൾ, ബറകല്ലാഹു ഫീക്കും, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, നിസ്കാരത്തിൽ റുകൂഅ് എന്നുള്ളത് റുക്നാണ്. പൊതുവെ നിസ്കാരത്തിന്റെ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നിസ്കാരത്തിൽ അർക്കാനുകളുണ്ട്, അതുപോലെ തന്നെ വാജിബാത്തുകളുണ്ട്. റുക്കുനുകളായ ചില കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ വാജിബായ ചില കാര്യങ്ങളുണ്ട്. രണ്ടും ചെയ്യുക എന്നുള്ള നിർബന്ധമാണ്. റുക്കുനും നമ്മൾ ചെയ്യേണ്ടതാണ്, വാജിബാണെങ്കിലും നാം ചെയ്യേണ്ടതാണ്. എന്നാൽ എന്താണ് തമ്മിലുള്ള വ്യത്യാസം? അർക്കാനുകളും അതുപോലെ തന്നെ വാജിബുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കുക, നിസ്കാരത്തിന്റെ ഏതെങ്കിലും ഒരു റുക്കുനോ അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ ഒരു വാജിബോ മനഃപൂർവ്വം ഒരാൾ ഒഴിവാക്കിയാൽ അദ്ദേഹത്തിന്റെ നിസ്കാരം ബാത്തിലാണ്. നിസ്കാരത്തിന്റെ റുക്കുനോ നിസ്കാരത്തിന്റെ വാജിബായ കാര്യങ്ങളോ, ഇപ്പൊ നിങ്ങൾക്ക് സംശയം വരും, റുക്കുൻ എന്താ, വാജിബ് എന്താ? നമ്മൾ ദർസിൽ ഓരോരോ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട്. ഇപ്പൊ ഖിയാമ്, അതുപോലെ തന്നെ ഫാത്തിഹ, തക്ബീറത്തുൽ ഇഹ്റാം, റുകൂഅ്, ഇതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞിരിക്കുന്ന റുക്കുനുകൾ. ചില റുക്കുനുകളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് നിയ്യത്ത് റുക്കിനാണോ ഷർത്താണോ, ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അത് ഒരു വശത്ത് മാറ്റിവെക്കുക. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ 4 കാര്യങ്ങൾ. ഇപ്പൊ നിസ്കാരത്തിന്റെ റുക്കുനുകളോ വാജിബുകളോ ആരെങ്കിലും മനഃപൂർവ്വം ഒഴിവാക്കിയാൽ നിസ്കാരം ബാത്തിലാണ്. ഇനി നിസ്കാരത്തിന്റെ ഏതെങ്കിലും ഒരു റുക്കുന് മറവി കാരണത്താലോ അറിവില്ലായ്മ കാരണത്താലോ ആരെങ്കിലും ഒഴിവാക്കുകയാണെങ്കിൽ അത് വീണ്ടും കൊണ്ടുവരിക എന്നുള്ളത്, അല്ലെങ്കിൽ വീണ്ടും ചെയ്യുക എന്നുള്ളത് നിർബന്ധമായ ബാധ്യതയാണ്. ഒരു വ്യക്തി നിസ്കാരത്തിൽ റുകൂഅ് മറന്നുപോയി എന്ന് സങ്കല്പിക്കാം, അല്ലെങ്കിൽ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതാൻ മറന്നുപോയി എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ അത് അദ്ദേഹം ആ പ്രവർത്തനം തന്നെ ചെയ്യണം. അതിന് പകരമായിട്ട് ഒന്നും ചെയ്താൽ മതിയാവുകയില്ല. അതാണ് റുക്കിനിന്റെ പ്രത്യേകത. അഥവാ ഒരു വ്യക്തി നിസ്കാരത്തിൽ റുകൂഅ് മറന്നുപോയാൽ അതിന് പകരം സുജൂദ് സഹ്വ് ചെയ്താൽ മതിയാവോ? ഇല്ല. മറിച്ച് ആ റുക്കിനെ തന്നെ അദ്ദേഹം കൊണ്ടുവരണം. അതാണ് റുക്കിന്റെ പ്രത്യേകത. എന്നാൽ നിസ്കാരത്തിന്റെ വാജിബായ കാര്യങ്ങളോ മറന്നു പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അറിവില്ലായ്മ കാരണം വിട്ടുപോവുകയാണെങ്കിൽ അതിന് പകരം സുജൂദ് സഹ്വ് ചെയ്താൽ മതി. അതല്ലാതെ അദ്ദേഹം അത് തിരിച്ചു ചെയ്യേണ്ടതില്ല. ഇപ്പോ ഇവിടെ ഒരു കാര്യം മനസ്സിലായി, റുക്കിനെ ഒഴിവാക്കിയതാണെങ്കിൽ അത് വീണ്ടെടുക്കണം, വാജിബാണെങ്കിൽ ഒഴിവാക്കിയതെങ്കിൽ അതിന് സഹ്വിന്റെ സുജൂദ് ചെയ്താൽ മതി. ഇനി റുക്കിനെ എങ്ങനെയാണ് നമ്മൾ വീണ്ടെടുക്കുക? ഉദാഹരണത്തിന് ഒരു വ്യക്തി നിസ്കാരത്തിൽ റുകൂഅ് വിട്ടുപോയി, അല്ലെങ്കിൽ ഒരു സുജൂദ് വിട്ടുപോയി. 2 സുജൂദ് ചെയ്യേണ്ട ഒരു സുജൂദ് ചെയ്ത് അതിനുശേഷമുള്ള റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ഇവിടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ്, നമ്മളിവിടെ പഠിക്കുന്ന കിതാബ് എഴുതിയിരിക്കുന്ന അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു വിശദീകരണം മാത്രം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഒരു വ്യക്തി നിസ്കാരത്തിൽ റുക്കിനെ വിട്ടുപോയാൽ എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹം പറയുകയാണ്, ഒരു വ്യക്തി നിസ്കാരത്തിൽ ഒരു റുക്കിനെ ഒഴിവാക്കിപ്പോയി. ഒരു വ്യക്തിക്ക് നിസ്കാരത്തിൽ ഒരു റുക്കിന് നഷ്ടപ്പെട്ടു. പിന്നീട് ഉദാഹരണത്തിന് ഒരു വ്യക്തി ഒന്നാമത്തെ സുജൂദ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുജൂദ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഒന്നാമത്തെ റക്അത്തിലാണ്, ഒരു സുജൂദ് കഴിഞ്ഞു, ശേഷം എഴുന്നേറ്റ് നിന്നു. 2ാമത്തെ റക്അത്താണെന്ന് കരുതി അദ്ദേഹം എഴുന്നേറ്റ് നിന്നു.
ആ സമയത്ത് അദ്ദേഹത്തിന് ഓർമ്മ വന്നു ഞാൻ ഒരു സുജൂദേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം സുജൂദിലേക്ക് മടങ്ങിപ്പോകണം. അതിനുശേഷം ഒന്നാമത്തെ സുജൂദാണ് ഇപ്പൊ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ എങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം? നേരെ അവിടെ പോയി ഇരിക്കുക, എന്നിട്ട് ഇരുത്തം അദ്ദേഹം ചെയ്യണം, അതിനുശേഷം സുജൂദ് ചെയ്യണം, പിന്നെ രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കണം. മനസ്സിലായോ? അല്ലെങ്കിൽ ഒരു വ്യക്തി റുക്കൂഅാണ് ഒഴിവാക്കിയെന്ന് സങ്കല്പിക്കുക. ഒരു വ്യക്തി റുക്കൂഅ ഒഴിവാക്കി പോയി. അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത റക്അത്തിൽ അല്ലെങ്കിൽ സുജൂദിലെത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത് ഞാൻ നൃത്തത്തിൽ നിന്ന് നേരെ സുജൂദിലേക്ക് വന്നതാണ്, റുക്കൂഅ ഒഴിവാക്കിയിട്ടാണുള്ളത്. രണ്ടാമത്തെ സുജൂദിലാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? നേരെ അദ്ദേഹം നിൽക്കുക, റുക്കൂഅ ചെയ്യുക, സുജൂദ് ചെയ്യുക, സാധാരണ നിസ്കാരം പോലെ അദ്ദേഹം തുടരുക. മനസ്സിലായോ? ഇനി ഒരു വ്യക്തി നിസ്കാരത്തിൽ ഒരു റുക്കിൻ ഒഴിവാക്കി, അടുത്ത റക്അത്തിൽ ആ റുക്കിനിന്റെ സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തി. അങ്ങനെയാണെങ്കിൽ ആ റക്അത്താണ് അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ റക്അത്തായി പരിഗണിക്കപ്പെടുക. ഉദാഹരണത്തിന് ഒരു വ്യക്തി നിസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിലാണ്, അദ്ദേഹം ഫാത്തിഹ ഓതി സൂറത്ത് ഓതി നേരെ സുജൂദിലേക്ക് പോയി. അങ്ങനെ അദ്ദേഹം സുജൂദ് ചെയ്തു, 2 സുജൂദൊക്കെ ചെയ്തു. അദ്ദേഹം രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റു. രണ്ടാമത്തെ റക്അത്തിൽ റുക്കൂഇൽ വന്നപ്പോഴാണ് അദ്ദേഹത്തിന് എന്ത് മനസ്സിലായത്? ഒന്നാമത്തെ റക്അത്തിൽ ഞാൻ റുക്കൂഅ ചെയ്തിട്ടില്ല. അങ്ങനെയാവുമ്പോൾ എന്ത് സംഭവിക്കും? ഇദ്ദേഹത്തിന്റെ രണ്ടാമത്തെ റക്അത്ത് ഒന്നാമത്തെ റക്അത്തായി പരിഗണിക്കപ്പെടും. ആദ്യം നിസ്കരിച്ച ആ റക്അത്ത് ബാത്തിലാകും. പിന്നീട് ഇദ്ദേഹം വീണ്ടും അടുത്ത റക്അത്ത് നിസ്കരിച്ചതിന് ശേഷമാണ് ഒന്നാമത്തെ തഹിയ്യാത്തിൽ ഇരിക്കേണ്ടത്. അപ്പോൾ 2 സാഹചര്യങ്ങളാണ്. ഇതാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ പറഞ്ഞത്. ഇതാണ് പല പണ്ഡിതന്മാരും പറയുന്ന അഭിപ്രായം. ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ പറഞ്ഞതിന്റെ ആകെ ചുരുക്കം, ഒരു വ്യക്തി ഒരു റുക്കിന് നഷ്ടപ്പെടുകയും അതിനുശേഷമുള്ള പ്രവർത്തനത്തിലേക്ക് കടക്കുകയും ചെയ്താൽ ഓർമ്മ വരികയാണെങ്കിൽ ആ റുക്കിനിലേക്ക് തന്നെ മടങ്ങണം. അതിനുശേഷം അവിടുന്ന് മുതൽ പൂർത്തീകരിക്കണം. ഇനി ഒരു വ്യക്തിക്ക് റുക്കിന് നഷ്ടപ്പെടുകയും അടുത്ത റക്അത്തിൽ ആ റുക്കിനിന്റെ സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്താൽ ആ രണ്ടാമത്തെ റക്അത്ത് അല്ലെങ്കിൽ മൂന്നാമത്തെ റക്അത്തിനെ അദ്ദേഹത്തിന്റെ ആദ്യ റക്അത്തായി പരിഗണിക്കുക. ആ റുക്കിന് ഇല്ലാത്ത റക്അത്ത് ബാത്തിലായി കൂട്ടും. കറക്റ്റ് മനസ്സിലായിനോ? വ്യക്തമായിട്ടുണ്ട് എല്ലാവർക്കും? ഒന്നുകൂടി ഞാൻ പറയാം. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിസ്കാരത്തിൽ നിൽക്കുകയാണ്. അദ്ദേഹം നിസ്കാരത്തിൽ ഫാത്തിഹ ഓതി, അതിനുശേഷം സൂറത്ത് ഓതി, അദ്ദേഹം നേരെ സുജൂദിലേക്ക് പോയി. അദ്ദേഹം റുക്കൂഅ ചെയ്തിട്ടില്ല. അങ്ങനെ സുജൂദിൽ അദ്ദേഹം ഒന്നാമത്തെ സുജൂദ് കഴിഞ്ഞു, ഇരുന്നു. രണ്ടാമത്തെ സുജൂദിൽ അദ്ദേഹത്തിന് എന്ത് ഓർമ്മ വന്നു? ഞാൻ റുക്കൂഅ ചെയ്തിട്ടില്ല. എന്ത് ചെയ്യണം? നിൽക്കണം. നിന്നിട്ട് റുക്കൂഅയിലേക്ക് പോകണം. അതിനുശേഷം ഇഅ്തിദാൽ, സുജൂദ്, അതിനുശേഷമുള്ള ഇരുത്തം, സുജൂദ്, പിന്നീട് അടുത്ത റക്അത്തിലേക്ക് പോകണം. മനസ്സിലായോ? ഇനി അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത് റുക്കൂഅ ഒഴിവാക്കി, നൃത്തത്തിലാണ്, റുക്കൂഅ ഒഴിവാക്കി, സുജൂദ് ചെയ്തു, രണ്ടാമത്തെ റക്അത്തിൽ നിന്നു, ഫാത്തിഹ ഓതി, സൂറത്ത് ഓതി, റുക്കൂഅയിലേക്ക് പോയി. അപ്പോഴാണ് ഓർമ്മ വന്നത് ഒന്നാമത്തെ റക്അത്തിൽ ഞാൻ റുക്കൂഅ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എവിടത്തേക്ക് മടങ്ങാനില്ലല്ലോ. അദ്ദേഹം എന്ത് ചെയ്യണം? ഒന്നാമത്തെ റക്അത്ത് ബാത്തിലായി പരിഗണിക്കണം, രണ്ടാമത്തെ റക്അത്ത് അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ റക്അത്തായി പരിഗണിക്കണം. ഇതാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അശ്ശർഹുൽ മുംതിഇൽ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം. ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ മറ്റുള്ള ആളുകളുടെ ദർസുകൾ കേൾക്കുമ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കേട്ടേക്കാം. മാലിക്കി മദ്ഹബിൽ ചില അഭിപ്രായങ്ങളുണ്ട്, ഹംബലി മദ്ഹബിൽ ചില അഭിപ്രായങ്ങളുണ്ട്. ഇവിടെ ഞാൻ വായിച്ചു കേൾപ്പിച്ചത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലയുടെ അഭിപ്രായമാണ്. അതുപോലെ തന്നെ ഷെയ്ഖ് ബിൻ ഉസൈമീൻ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം, ഒരു വ്യക്തി നിസ്കാരത്തിൽ അദ്ദേഹത്തിന് സുജൂദ് രണ്ടും ചെയ്തു എന്ന് ഏകദേശം ഉറപ്പാണ്. പക്ഷേ ഒരു വസ്വാസ് വന്നു. ചില ആളുകൾക്ക് അങ്ങനെ അക്കശക്ക ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ അത് പരിഗണിക്കേണ്ടതില്ല, അതിനെ പരിഗണിക്കേണ്ടതില്ല. ഇനി ഒരു വ്യക്തിക്ക് ബലമായി സംശയം വന്നു. ഒരു വ്യക്തി സുജൂദിലുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ നല്ല സംശയമുണ്ട്, അദ്ദേഹം റുക്കൂഅ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. കേവലം ഒരു തോന്നലല്ല, മറിച്ച് ഏകദേശം അദ്ദേഹത്തിന് നല്ല സംശയമാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം റുക്കൂഅ ചെയ്തില്ല എന്ന അടിസ്ഥാനം പരിഗണിക്കുകയും നൃത്തത്തിലേക്ക് മടങ്ങിപ്പോയി റുക്കൂഅ വീണ്ടും ചെയ്യുകയും വേണം. മനസ്സിലായില്ലേ? എന്തെങ്കിലും സംശയം കേവലം വസ്വാസിന്റെ അടിസ്ഥാനത്തിൽ വന്ന സംശയമാണെങ്കിൽ പരിഗണിക്കേണ്ട, മറിച്ച് ബലമായ സംശയമാണ്. പൊതുവെ എനിക്ക് അങ്ങനെ ഒരാൾക്ക് അങ്ങനെ സംശയം വരാറില്ല, ഇന്ന് സംശയം വന്നു, ആ സംശയം ബലമുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഏത് വിഷയത്തിലാണോ അദ്ദേഹത്തിന് സംശയം അവിടേക്ക് മടങ്ങുക, അവിടുന്ന് മുതൽ നിസ്കാരം പൂർത്തീകരിക്കുകയും ചെയ്യുക. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ ഉദാഹരണം പറയുന്നത് ഏതുപോലെയെന്ന് വെച്ചാൽ, ഒരു വ്യക്തി നിസ്കാരത്തിൽ തല തടവുമ്പോൾ അദ്ദേഹത്തിന് സംശയം മുഖം കഴുകിയിട്ടുണ്ടോ ഇല്ലയോ, അദ്ദേഹം ആദ്യത്തെ ഒന്നും ചെയ്യണോ? വേണ്ട, മറിച്ച് മുഖം മുതൽ ബാക്കി പൂർത്തീകരിച്ചാൽ മതി. മുഖം മാത്രം കഴുകി പിന്നെ തല അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. മുഖം തൊട്ട് തുടങ്ങിയാൽ മുഖത്തിന് ശേഷമുള്ളത് തർത്തീബിൽ തന്നെ ചെയ്യണം. കാരണം ഒരു റുക്കിനെ ഒഴിവാക്കിയാൽ അതിനുശേഷമുള്ള പ്രവർത്തനങ്ങൾ പിന്നെ പോയി. പിന്നെ അത് ശരിയാവണമെങ്കിൽ അത് വീണ്ടെടുക്കണം. ഇങ്ങനെയാണ് റുക്കിനെ ഒഴിവാക്കി പോയാൽ നാം ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ പറഞ്ഞ വിഷയങ്ങളിൽ ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ
അത് ചോദിക്കുക. വേറെ ചില സഹോദരങ്ങൾ പല സംശയങ്ങൾ അയച്ചിരുന്നത് ഇൻഷാ അള്ളാഹ് മറ്റൊരു ദർസിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് മാത്രം അത് വായിക്കാം, അതിന് ഉത്തരങ്ങൾ വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപകാരപ്രദമായ ഇൽമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കുക, വീണ്ടും വീണ്ടും മുറാജഅ ചെയ്തുകൊണ്ടേയിരിക്കുക, ഇൽമ മനസ്സിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി പരിശ്രമിക്കുക. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وعلى آله وصحبه وسلم. سبحان الله وبحمده سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.